ഈ ആഴ്ചയിലെ നമുക്കിവിടെ ബുധനാഴ്ച രാവിലെ ഉപവാസ പ്രാർത്ഥനയും വൈകിട്ടും ഇവിടെ പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുപോലെ ശനിയാഴ്ച നമുക്കിവിടെ രാവിലെ ഉപവാസ പ്രാർത്ഥനയും വൈകിട്ട് കാത്തിരിപ്പ് യോഗവും ശനിയാഴ്ച നമുക്ക് മാസയോഗമായതുകൊണ്ട് ഇവിടെ രാവിലെ ഉപവാസ പ്രാർത്ഥന ഇല്ല. പിന്നെ വൈകിട്ട് കാത്തിരിപ്പ് യോഗം ഇവിടെ ഉണ്ടായിരിക്കും. എല്ലാ ദൈവമക്കളും യോഗങ്ങൾക്ക് വരണം. ഈ ആഴ്ചയിലെ അവധിയാണ്. അതുകൊണ്ട് പ്രാർത്ഥനകൾക്കൊക്കെ ദൈവസന്നിധിയിലെ വന്ന് സ്വർഗത്തിൽ നിന്ന് വരുന്ന ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ നമുക്ക് ഒരുങ്ങണം. അതിനായി നമ്മുടെ കർത്താവ് ഇവിടെ കൂടി വന്നിരിക്കുന്ന നാം എല്ലാവരെയും സഹായിക്കട്ടെ. അതിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്യും. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ വരുന്ന ഈ തിങ്കളാഴ്ച ജെയ്സന്റെ വിവാഹം 9 മണിക്ക് ഇവിടെ വെച്ച് നടക്കുന്നതായിരിക്കും. സാധാരണ 10:30-ക്കാണ് വിവാഹ ശുശ്രൂഷ ആരംഭിക്കുന്നത്. എന്നാൽ സർവദേശീയ പാസ്റ്റർ മീറ്റിംഗാണ് ചെന്നൈയിൽ വെച്ച്. അതുകൊണ്ട് എല്ലാ പാസ്റ്റർമാരും അവിടെ പോകുന്നത് കൊണ്ടാണ് ഈ കല്യാണ ശുശ്രൂഷ നേരത്തെ വച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ കുറി വായിക്കാം. വിവാഹ നിശ്ചയ രേഖ. കൊല്ലം ജില്ലയിൽ പത്തനാപുരം താലൂക്കിൽ പട്ടാഴി പഞ്ചായത്തിൽ കിഴക്കേ മണ്ണിൽ വീട്ടിൽ ശ്രീമാൻ ബിജു തോമസിൻ്റെയും ശ്രീമതി സ്മിത ബിജുവിൻ്റെയും മകളും പട്ടാഴി TPM സഭാ വിശ്വാസിയുമായ അക്സ കെ ബിജുവും കൊല്ലം ജില്ലയിൽ പുനലൂർ താലൂക്കിൽ ഇടമുഴയ്ക്കൽ പഞ്ചായത്തിൽ ജിജോ പവൻ വീട്ടിൽ ശ്രീമാൻ ജേക്കബ് ജിയുടെയും ശ്രീമതി ലാലമ്മ ജേക്കബിൻ്റെയും മകനും ഒഴുകുപാറക്കൽ TPM സഭാ വിശ്വാസിയുമായ ജെയ്സൺ ജേക്കബും തമ്മിലുള്ള വിവാഹം ദൈവ ഇഷ്ടമായാൽ 2025 സെപ്റ്റംബർ മാസം 1-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് ഒഴുകുപാറക്കൽ TPM സഭ ഹാളിൽ വച്ച് നടത്തുവാൻ ഇരു സഭയും വേണ്ടപ്പെട്ടവരും കൂടി ചേർന്ന് ആലോചിച്ച് തീരുമാനിച്ചിരിക്കുന്നു. സ്തോത്രം. ഇപ്പോൾ ഈ വിവാഹ ശുശ്രൂഷയ്ക്ക് തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് ഇവിടെ ആരാധനയ്ക്ക് വരുന്ന എല്ലാ ദൈവമക്കളും കുടുംബമായി എല്ലാവരും ഇവിടെയും ഓഡിറ്റോറിയത്തിലും വന്ന് പങ്കെടുക്കണമെന്ന് ജോയിച്ചായനെ സാക്ഷിയിലെ പറയുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എല്ലാ ദൈവമക്കളും കുടുംബമായി എല്ലാവരും വരണം. വന്ന് ഈ വിവാഹ ശുശ്രൂഷയിലും പിന്നെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും വന്ന് പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് വേഗത്തിൽ വരുന്നുണ്ട് എന്ന് നമുക്ക് അറിയാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മൾ പാടിയ പാട്ടിലെ ഏറ്റവും അവസാന ഒരു അടിയാണ് നമ്മൾ പാടിയത്. കുഞ്ഞാടിൻ്റെ കല്യാണം വരുന്നു എന്ന് നമുക്കൊരു പാട്ട് പാടി. ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ വിവാഹമെല്ലാം അക്ഷരികമായ ഒരു വിവാഹമാണ്. ഈ വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടവർ എല്ലാവരും വന്ന് കൂടുന്നു. പിന്നെ അവർ വന്ന് ശുശ്രൂഷയിലും പിന്നെ ഭക്ഷണ കാര്യങ്ങളിലും എല്ലാവരും പങ്കെടുത്ത് പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇതുപോലെ ഒരു നിത്യ വിവാഹത്തിനായി പരിശുദ്ധ ആത്മാവ് എന്ന മുദ്രയിട്ട് വച്ചിരിക്കുന്ന ദൈവമക്കൾ ക്രിസ്തുവുമായിട്ട് അവരൊരു വിവാഹ നിശ്ചയമാണ് ചെയ്തിരിക്കുന്നത്. വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന നമ്മൾ ലോകം ജഡം പിശാചിനെ സ്നേഹിക്കാതെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവെ സ്നേഹിച്ച് വേഗം വരുന്ന പ്രിയനെ നാം കാന്തയായി എതിരേൽക്കുവാൻ ഒരുങ്ങുന്ന ഒരു നിത്യ വിഭാഗമാണ് സത്യ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, കുഞ്ഞാടിൻ്റെ കാന്തയായി നാം നമ്മുടെ കർത്താവിൻ്റെ വരവിന് ഒരുങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ കയ്യിലിരിക്കുന്ന സത്യ വേദപുസ്തകത്തിൽ നാം നമ്മുടെ ചിന്തയെ കൊണ്ടുവരാം. തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നത് പോലെ, കർത്താവിൻ്റെ വചനത്തിൽ നാം ചിന്തിച്ചു വരുന്നത് പോലെ, മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യം അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണ്. അവിടെ നമ്മെ ഓർപ്പിക്കുന്ന ഒരു വിഷയം. ദൈവത്തിന് സ്തോത്രം. 34-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. രാജാവ് തന്റെ വലത്തുകൊണ്ട് അരുളിച്ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. ദൈവത്തിന് സ്തോത്രം. ലോകസ്ഥാപനം മുന്നേ നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലം. വലത്ത് നിൽക്കുന്നവരെ നോക്കി നമ്മുടെ കർത്താവ് പറയുകയുണ്ടായി. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇതുപോലെ ഈ കാണുന്ന ഒഴുകുപാറയ്ക്ക്, ഈ കാണുന്ന ദേശം നമുക്ക് സ്ഥിരമേ അല്ല. നാളെ ആയാലും ഇല്ലെങ്കിൽ മറ്റന്നാളായാലും ഏത് സമയമായാലും ഈ ദേശം വിടണം. ഇവിടെ നമുക്ക് ഒന്നും സ്വന്തമേ ഇല്ല. ഇവിടെ ഇരുന്ന് എത്രയോ മഹാന്മാർ, എത്രയോ ശാസ്ത്രജ്ഞന്മാർ, എത്രയോ വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചവർ ഒക്കെ സമയം ആയപ്പോൾ ഈ ലോകം വിട്ട് കടന്നു പോകുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ സഹോദരങ്ങളെ, നാമും ഈ ലോകത്തിൽ സ്ഥിര താമസക്കാരെ അല്ല. വീണുപോയ മനുഷ്യൻ അവൻ ചെയ്ത അതിക്രമം അഥവാ അനുസരണക്കേട് മുഖാന്തരം നാം എല്ലാവരും ഈ അവസ്ഥയിൽ എത്തി. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പിന്നെയും വരുമ്പോൾ നമ്മെ അവൻ്റെ നീതി പ്രകാരം ഈ ലോകത്തിൽ നാം ജീവിച്ച് എങ്ങനെ ജീവിച്ചോ ആ നീതി പ്രവൃത്തി പ്രകാരം നമ്മുടെ കർത്താവ് നമുക്ക് വിലയേറിയ അനുഗ്രഹങ്ങളെ അവൻ തരാൻ വേണ്ടി അവൻ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകാൻ പോകുകയാണ്. നമ്മളോ ഈ ലോകത്തിൽ മരിച്ച് മൺമറഞ്ഞാലും ഈ മണ്ണിൽ നിന്ന് പിന്നെയും എഴുന്നേറ്റ് വരും, തേജസ്സോടുകൂടെ വരും. നല്ല പ്രവൃത്തിക്ക് നല്ല പ്രതിഫലം പ്രാപിക്കുവാൻ നാം നമ്മുടെ കർത്താവിൻ്റെ മുൻപിൽ വരും എന്ന് സത്യവേദപുസ്തകം പറയുകയാണ്. കഴിഞ്ഞ നാളുകളിൽ പല കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനിടയായി തീർന്നു. ഇന്ന് ഒരു കാര്യം നമ്മൾ ചിന്തിക്കാം. പുറപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ അവിടെ 15-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം വലത് ഭാഗത്ത് ഉള്ള ഒരു അനുഗ്രഹത്തെക്കുറിച്ച് ബൈബിൾ നമ്മെ ഓർപ്പിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. യഹോവേ നിന്റെ വലങ്കൈ ബലത്തിൽ മഹത്വപ്പെടും, യഹോവേ നിന്റെ വലങ്കൈ സൗന്ദര്യത്തെ തകർത്ത് കളഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ ഈ വലങ്കൈയിലുള്ള പ്രവർത്തനങ്ങളെ നമ്മൾ കാണുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം, ഇസ്രായേൽ മക്കൾ അബ്രഹാം നിരാശയോടെ അഥവാ ഉദാസീനതയോടെ ഒരു യാഗം കഴിച്ചു. അതിൽ ഉറങ്ങി അവൻ യാഗം കഴിച്ചു. ഉറങ്ങി യാഗം കഴിച്ചത് കൊണ്ട് ആ യാഗം അംഗീകരിക്കാൻ പെടാതെ ദൈവം തമ്പുരാൻ അന്ന് അബ്രഹാമിനോട് പറഞ്ഞു, 400 വർഷം നിന്റെ തലമുറ മിസ്രൈമിൽ അടിമയായി പാർക്കും എന്ന് പറയുകയുണ്ടായി. അതുപോലെ അവർ 400 വർഷം അവിടെ അടിമയായി പാർക്കുകയുണ്ടായി. അവിടെ ഇരുന്ന് പുറപ്പെട്ടു വന്നപ്പോൾ ദൈവത്തിൻ്റെ കരം അവർക്ക് അനുകൂലമായിരുന്നു. അവർക്ക് വിരോധമായി വന്ന ശത്രുക്കളായ ജാതികളായ മനുഷ്യരെ നമ്മുടെ കർത്താവ് തകർത്ത് ധരിപ്പണമാക്കി. അവർക്ക് ആ ശത്രുക്കൾ പോലും ഇസ്രായേലിൻ്റെ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്ന് അവർ പറയുകയുണ്ടായി. സഹോദരങ്ങളെ, ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം വലത് ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ആശ്രയിച്ച്, ക്രിസ്തുവിൽ വിശ്വാസം വച്ച്, ക്രിസ്തുവിൽ പ്രത്യാശ വച്ച് നമുക്ക് ഈ മണ്ണിന് ഭാരമില്ലാതെ
ദൈവത്തിന് പ്രയോജനമുള്ള ഒരു ജീവിതം ചെയ്തവരെ നോക്കി ഇവിടെ ദൈവവചനം പറയുകയാണ്, വലത് ഭാഗത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി മാത്രമേ സർവശക്തനായ ദൈവം യുദ്ധം ചെയ്യൂ. ഇടത് ഭാഗത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യുകയില്ല. ദൈവത്തിന് ഇടത് ഭാഗത്ത് നിൽക്കുന്നവരാരാണ്? ലോകം, ജഡം, പിശാചിനെ സ്നേഹിക്കുന്നവർ, വിശ്വാസത്തെ ത്യജിച്ച് ജീവിക്കുന്നവർ, പ്രത്യാശ ഇല്ലാതെ ഇരിക്കുന്നവർ, ശരിയായ രക്ഷയുടെ സന്തോഷത്തെ നിലനിർത്താതെ നഷ്ടപ്പെടുത്തി കളഞ്ഞ പിന്മാറ്റക്കാർ. ദൈവത്തിന് സ്തോത്രം. ദൈവിക പ്രവൃത്തി ഒന്നുമില്ലാതെ സ്വന്തം കാര്യം നോക്കി ജീവിച്ച മനുഷ്യരാണ് അവർ. ദൈവത്തിന് മഹത്വം. ഇവരാണ് ഇടത്ത് ഭാഗത്ത് നിൽക്കുന്നവർ. ഇവർക്ക് ഒന്നും ദൈവം പ്രത്യക്ഷനാകുമ്പോൾ ഓഹരി കിട്ടുകയില്ല. അനുസരണമില്ലാതെ, ദൈവഭയം ഇല്ലാതെ, ഒരു കാര്യത്തിലും ആർക്കും വഴങ്ങാതെ ജീവിച്ചവരാണ് ഈ ഇടത് ഭാഗത്ത് നിൽക്കുന്നവർ. അവരും പറയുന്നുണ്ട്, നിന്റെ നാമത്തിൽ കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയല്ലോ, ഞങ്ങൾ പ്രവചിച്ചല്ലോ, ഞങ്ങൾ സഭയിൽ പ്രാർത്ഥിച്ചല്ലോ, ഞങ്ങൾ ഉപദേശം പറഞ്ഞല്ലോ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കർത്താവ് പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ഇല്ലാതെ ഇരുന്നത് കൊണ്ട്, നിന്നെ എൻ്റെ നാമത്തിലെ ഒരു പ്രവൃത്തിയും നിന്റെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ട് നീ ശപിക്കപ്പെട്ടവനാണ്, നിന്നെ ഞാൻ അറിയുന്നതേ ഇല്ല എന്ന് ഇടത്ത് നിൽക്കുന്നവരെ നോക്കി ദൈവവചനം പറയും. എന്നാൽ വലത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി അങ്ങനെയല്ല. വലത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി കർത്താവാണ് യുദ്ധം ചെയ്യുന്നത്. ദൈവമാണ് ശത്രുവിനെ തകർക്കുന്നത്. ഇന്ന് പ്രവചനത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടു, ശത്രുവിനെ ഞാൻ തകർക്കും, നീ എന്നോട് പറ്റി ഇരുന്നാൽ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നീ സൂക്ഷിച്ചാൽ, ഈ പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തിയും ബലവും നിന്നിൽ ഉണ്ടെങ്കിൽ, നീ എന്നോട് പറ്റി ഇരുന്നാൽ ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ ദൈവം യുദ്ധം ചെയ്യുകയില്ല. ഇടത് ഭാഗത്ത് നിന്നിട്ട് കർത്താവിനെ സൂക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ പാഴ്വാക്കാണ്. ദൈവത്തിന് സ്തോത്രം. വലത് ഭാഗത്ത് നിന്നിട്ട് പറയണം, പ്രത്യാശയോടും പ്രാഗൽഭ്യത്തോടും പറയണം. അങ്ങനെ പറയുന്നവരെ ചേർക്കുവാനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരുന്നത്. നമ്മുടെ ദൈവമോ യുദ്ധം ചെയ്യുന്നവനാണ്. പുറപ്പാട് പുസ്തകം 14:14 നിങ്ങൾ വായിച്ചു നോക്കിയാൽ, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവമാണ് യുദ്ധം ചെയ്തത്. ദൈവമാണ് യുദ്ധം ചെയ്തത്. അവർ വലത് ഭാഗത്തിരുന്നു. വലത് ഭാഗത്തുള്ള പ്രത്യാശയോടുകൂടെ ഇരുന്നവർക്ക് വേണ്ടി നമ്മുടെ കർത്താവ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. വായിക്കാം, 14:14 വാക്യം വായിക്കാം. നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഈ മാസത്തിലെ ദൈവം തമ്പുരാൻ തന്ന ഒരു വാഗ്ദത്തമാണ് ഇത്. ഈ വാഗ്ദത്ത പ്രകാരം ഈ സഭയിലെ സ്വർഗ്ഗത്തിലെ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വലങ്കൈ തന്നെ ഈ മാസം ഇവിടെ പ്രവർത്തിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ വലങ്കൈ പ്രവർത്തിച്ചിട്ട് അസാധ്യമായതെ സാധ്യമാക്കി പല കാര്യങ്ങളെ ദൈവം അസാധ്യമായതെ സാധ്യമാക്കി തന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ കരം ഇവിടെ ഈ സഭയിലെ കൂടെ ഇരുന്ന് പ്രവർത്തിച്ചു. അത് ഈ സഭയിലെ ഒരു നടത്തിപ്പുകാരനായ പിതാവായ ഞാൻ അതേ ദൈവകൃപയിലെ മനസ്സിലാക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് ഇവിടെ അവൻ്റെ വലം കൈ നീട്ടി പ്രവർത്തിച്ചു. വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ശക്തനാണ്. ദൈവനാമത്തിലെ ഈ മാസത്തിൽ പ്രവർത്തിച്ച ഒരുത്തനെയും, ഒരു വ്യക്തിയെയും, ഒരു ദൈവമക്കളെയും കർത്താവ് മറന്നു കളയുകയില്ല. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആ വ്യക്തിക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ശത്രുവിനെ തകർത്ത് കളയും. ശത്രുവിനെ തകർത്ത് കളയും. നല്ല പ്രവൃത്തി, നല്ല ദൈവപ്രവൃത്തി, നല്ല ദൈവവിശ്വാസത്തോടുള്ള പ്രവൃത്തി ചെയ്യുന്ന ഒരു ദൈവമക്കൾക്കും അത് പ്രതിഫലം ഇല്ലാതെ പോകുകയില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതാണ് ഇവിടെ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിലെ നമ്മൾ വായിച്ചത്. ഒന്നുകൂടെ ആ വാക്യം നമുക്ക് വായിക്കാം. യഹോവേ നിന്റെ വലങ്കൈ ബലത്തിൽ മഹത്വപ്പെട്ട്, യഹോവേ നിന്റെ വലങ്കൈ ശത്രുവിനെ തകർത്ത് കളയുന്നു. ബലത്തിലെ നമ്മുടെ ദൈവത്തിന്റെ വലങ്കൈ മഹത്വപ്പെടുന്നു. അവന്റെ വലങ്കൈ ശത്രുവിനെ തകർത്ത് കളയുന്നു. ശത്രു എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചു.
അവരെ 4 കൂട്ടമായിരുന്നു. ഈ 4 കൂട്ട ദൂതന്മാർക്ക് ശുശ്രൂഷകളെ കൊടുത്തിരുന്നു. ഒരുത്തൻ്റെ പേര് മീഖാവേൽ, അവനൊരു സൈന്യമാണ്. ഈ മീഖാവേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ യുദ്ധങ്ങളെ അവൻ ചെയ്യുന്ന യുദ്ധ യോദ്ധാവാണ്. ദൈവത്തിന് സ്തോത്രം. അവനാണ് യുദ്ധങ്ങളെ ചെയ്യുന്ന യുദ്ധ യോദ്ധാവായ യേശുവിൻ്റെ ദൈവത്തിൻ്റെ കൂടെ ഇരുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിന്നെ ഗബ്രിയേൽ എന്നൊരു ദൂതൻ ഉണ്ടായിരുന്നു. ഇവൻ ദൂത് കൊണ്ട് കൊടുക്കുന്ന ആളാണ്. ആരാണ് ഇവൻ? ദൂതുകളെ കൊണ്ട് കൊടുക്കും. നമ്മുടെ യേശുവിൻ്റെ അമ്മയായ മറിയായിക്കും ഇല്ലെങ്കിൽ എലിസബത്തിനും ഒക്കെ ദൂത് കൊണ്ട് കൊടുത്തവനാണ് ഈ ദൂതൻ. ദൂത് കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി ഒരു ദൂതന്മാരുണ്ട്, ഇനി ഒരു കൂട്ട ദൂതന്മാരുണ്ട്. ഈ ദൂതന്മാരെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്ത ദൈവമക്കളെ രക്ഷിക്കപ്പെടുവാൻ അവരെ സഹായിക്കുന്ന ദൂതന്മാരാണ്. അത് എബ്രായർ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. എബ്രായർ ലേഖനത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. രക്ഷയ്ക്ക് സഹായിക്കുന്ന ദൂതന്മാരാണ്. ദൈവത്തിന് നമ്മുടെ രക്ഷയെ പിശാച് തട്ടിക്കൊണ്ടുപോകാതെ ഇല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്ത മനുഷ്യരെ രക്ഷയിലേക്ക് നടത്തുവാൻ സഹായിക്കുന്ന ചില ദൂതന്മാരുണ്ട്. അവരവരോട് കൂടെ ഇരുന്ന് ഈ ലോകത്തിലെ പ്രാകൃതമായി, ഈ ലോകത്തിലെ ജഡീകമായി, ലൗകികമായി ജീവിക്കുന്ന മനുഷ്യരെ ദൈവഭാഗത്തിലേക്ക് കൊണ്ടുവരുവാൻ സഹായിക്കുന്നവരാണ് ആ ദൂതന്മാർ. കൈവിട്ടുപോയ സഭയ്ക്ക് ഈ ദൂതന്മാരാണ് പറന്ന് സുവിശേഷം അറിയിക്കുന്നു എന്ന് വെളിപ്പാട് പുസ്തകത്തിലെ നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കൈവിടപ്പെട്ടു പോയ സഭയ്ക്ക് പിന്നെ കാത്തിരിപ്പ് യോഗമില്ല, പിന്നെ അവിടെ ഉപവാസ പ്രാർത്ഥനയില്ല, അവിടെ വീട്ടു പ്രാർത്ഥനയില്ല, ഇപ്പോഴേ ഒരു പ്രാർത്ഥനയില്ല. ദൈവത്തിന് കൈവിടപ്പെടുന്ന മുമ്പേ ഒരു പ്രാർത്ഥനയില്ല. ഒരു വിശ്വാസിയുടെ ഇവിടുത്തെ ഒരാളോട് പറഞ്ഞ ഇന്ന വീട്ടിൽ പോയിട്ട് ഈ സാധനം കൊടുത്തോണ്ട് വരാമോ, ആ വീട് അറിയത്തില്ല. പലപ്പോഴും പ്രാർത്ഥന വെച്ചാൽ എൻ്റെ വീട് അറിയും. പലപ്പോഴും ഒരു പ്രാർത്ഥന വെച്ചാൽ എൻ്റെ വീട് അടിച്ചു പിടിക്കാനും എല്ലാ സ്ഥലത്തും കൊണ്ട് കൊടുക്കാനൊക്കെ ഒരു കുഴപ്പമില്ല. പ്രാർത്ഥന വഹിക്കാനൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ദാവീദ് പറഞ്ഞു, ഞാൻ ഒരു ചെലവില്ലാതെ അങ്ങനെ ചുളുവിലെ പ്രാർത്ഥന വയ്ക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ചുളുവിലെ ദൈവത്തിൻ്റെ സ്തോത്രം. പലർക്ക് ഇപ്പോൾ പോലും പലരുടെ വീടുകളൊന്നും അറിഞ്ഞുകൂടാ. കാരണം പ്രാർത്ഥന വെച്ചിട്ട് ശീലമില്ല. വലത് ഭാഗത്തുള്ള പ്രവർത്തനമില്ല. എല്ലാം ഇടത് ഭാഗത്തുള്ള പ്രവർത്തനങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥ വീട് അറിയത്തില്ല. വീട് അറിയത്തേയില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ശത്രുവിനെ തകർക്കണമെങ്കിൽ വലത് ഭാഗത്തുള്ള പ്രവർത്തനങ്ങൾ വേണം. എന്നാലേ ശത്രുവിനെ തകർക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ശത്രുവിൻ്റെ കൂടെ കിടന്ന് ഇങ്ങനെ നരച്ച് അവസാനം ചെതിരെടുത്ത് പൂർത്തി നരച്ച് ദൈവത്തിൻ്റെ മഹത്വം. ഇതാണ് ഇടത് ഭാഗത്ത്. വലത് ഭാഗത്തിരിക്കുന്നവനെ ശത്രു തൊടാനേ പറ്റുകയില്ല. ശത്രുവിന് തൊടാനേ പറ്റുകയില്ല. സർവശക്തൻ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന് സത്യവേദ പുസ്തകം നമ്മെ ഓർപ്പിക്കുകയാണ്. അതിൻ്റെ 12-ാം വാക്യം കൂടി വായിക്കാം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വലം കയ്യിൽ ഒരുത്തനുണ്ടെങ്കിൽ ആ വലം കയ്യിൽ ഇരുന്ന് അവനെ എടുത്തുകൊണ്ട് പോകുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. ഒരു ശക്തിക്കും സാധ്യമല്ല. വായിക്കാം 12-ാം വാക്യം. നീ വലങ്കൈ നീട്ടി ഭൂമി അവരെ വിഴുങ്ങി. നീ വലങ്കൈയെ നീട്ടി ഭൂമിയെ എന്ത് ചെയ്തു? ഭൂമി അവരെ വിഴുങ്ങിക്കളഞ്ഞു. ഇത് ആരാന്നറിയാമോ? വലങ്കൈയെ നീട്ടിയപ്പോൾ ഭൂമി വായി തുറന്നു. അവിടെ അവർ പലരെയും ജീവനോടെ പാതാളത്തിലേക്ക് അങ്ങനെ പോകും. വലങ്കൈക്കുള്ള ശക്തി കണ്ടോ? ഈ വലങ്കൈക്ക് നല്ലതും ചെയ്യും, ഈ വലങ്കൈക്ക് ന്യായവിധിയും ഉണ്ടാക്കും. ന്യായവിധിയും ഈ വലങ്കൈ ഉണ്ടാക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നല്ലത് നീതിയായി ജീവിക്കുന്നവരെ ഈ വലങ്കൈ താങ്ങുകയാണ്. അവരെ ഓരോ ദിവസവും തണിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ശത്രു അവരെ തൊടുവാൻ കഴിയാതെ ദൈവം തമ്പുരാൻ നിർത്തുകയാണ്. ദൈവത്തിന് മഹത്വം. നമ്മുടെ കർത്താവ് അഥവാ നമുക്ക് സംഖ്യാ പുസ്തകത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഇസ്രായേൽ മക്കളെ കുറിച്ച് ബിലയാം പറഞ്ഞ ഒരു കാര്യമാണ് ഇത്. ഇവർ തനിച്ചു പാർക്കുന്ന എൻ്റെ ജനം, ഇവർ ജാതികളോടുകൂടെ കലർന്നു പോകാത്തവരാണ്. ദൈവത്തിന് സ്തോത്രം. ജാതികളോടുകൂടെ ഇവർ കലർന്നു പോകുന്നില്ല. ഇവർ ജാതികളോടുകൂടെ എണ്ണപ്പെടുന്നില്ല. ഇവർ തനിച്ചു പാർക്കുന്ന ജനമാണ്. ഈ വലങ്കൈ ഭാഗത്ത് അഥവാ കർത്താവിൻ്റെ വലങ്കൈയിൽ നിൽക്കുന്ന ഒരു വ്യക്തി, അവൻ
ദൈവികമായിട്ടാണ്. അവൻ ജാതികളോട് കൂടെ ഒന്നിനും ചേരുകയില്ല, ഒന്നിനും കലർന്ന് എണ്ണപ്പെടുകയില്ല. വായിക്കാം. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. ഈ ആഴ്ചയിലെ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാം ഒരു ആഘോഷമുള്ള ഒരു ആഴ്ചയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ സംസ്ഥാനത്തിൽ നിന്ന് പരിശുദ്ധനായ ദൈവം നമ്മെ ജാതികളുടെ ഇടയിൽ നിന്ന് വേർതിരിച്ചു. ഇനി നമുക്ക് ഈ ആഴ്ചയിൽ പായസം ഉണ്ടാക്കുകയോ കയറ് വലിക്കാൻ പോകുകയോ ഇല്ലെങ്കിൽ തൂങ്ങിക്കിടക്കുന്നത് അടിക്കാൻ പോകുകയോ ഇല്ലെങ്കിൽ ഈ പെന്തക്കോസ്തേ മിസ്സിൻ്റെ ഇന്നാളുടെ പേര് പറഞ്ഞ് അടിക്കാൻ പാ. ഞാൻ കഴിഞ്ഞ വർഷം ഇങ്ങനെ അന്ന് മാസികമായിരുന്നു പോകുന്ന സമയത്ത് ഇവിടെ കുറിയടി നടക്കുക. കുറിയടി അപ്പം നമ്മുടെ സഭയിൽ ഒരാളെ പേര് വിളിക്കുന്നു. ഞാനത് കേട്ടത്. അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ ഒരാളോട് ഇത് ജാതികളുടെ ആചാരങ്ങളും ജാതികളുടെ പ്രവൃത്തിയാണ്. അതിൻ്റെ ദൈവമക്കളായ നമ്മൾ പോകരുത്. സ്കൂളിലെ ആയാലും പഠിക്കുന്ന നമ്മുടെ കുട്ടികൾ അവിടെ മുരുകൻ്റെയോ വേറെ ദേവന്മാരുടെയോ രൂപങ്ങൾ ധരിച്ച് അവിടെ ഒരു 10-15 കുട്ടികളുമായി ഓണപ്പരിപാടിക്ക് ആടാൻ പോകരുത്. അങ്ങനെ ആടിയാൽ നീ ജാതിയോടുകൂടെ കലന്നു. ജാതികളുടെ കൂടെ നീ കലന്നു. ശത്രു നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയില്ല. ആ കുട്ടികളെ വിടുന്ന മാതാപിതാക്കൾക്ക് ഒന്നാമത് അടി കിട്ടും. രണ്ടാമത് കുട്ടികൾ വളർന്ന് ബോധം വന്നാൽ അവരേറ്റ് പറഞ്ഞ ചിലവർ രക്ഷപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത് മാതാപിതാക്കളോട് ദൈവം ചോദിക്കും. നമുക്ക് ഈ ജാതികളോടുകൂടെ എണ്ണപ്പെടാത്ത കൂട്ടമാണ്. അവരോടുകൂടെയാണ് സ്വർഗത്തിലെ ദൈവമുള്ളത്. ദൈവത്തിന് സ്തോത്രം. അവർക്ക് വേണ്ടിയാണ് നമ്മുടെ കർത്താവ് യുദ്ധം ചെയ്യുന്നത്. നമ്മുടെ ദൈവം ജാതികളുടെ ആചാരങ്ങൾ നമ്മൾ അനുഷ്ഠിക്കരുത്. ആ ആചാരങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകരുത്. നമ്മൾ ദൈവമക്കളാണ്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നു. എങ്കിലും തൊട്ടും തൊടാതെ നിൽക്കണം. ദൈവത്തിന് മഹത്വം. പൂർണ്ണമായിട്ടും നമ്മൾ ഒഴിവാക്കാൻ ഒത്തില്ലെങ്കിലും യോഗ്യമായതിലെ നമുക്ക് നിൽക്കണം. യോഗ്യം അല്ലാത്തതിലെ നമ്മൾ ചേരാനേ പാടില്ല. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഈ ഓണപ്പരിപാടിക്ക് ശനിയാഴ്ച അവധിയാണ്. ഇന്നലെ അവധിയാണ്. ഇവിടെ സൺഡേ സ്കൂൾ അധ്യാപിക ഇരുന്ന് പഠിപ്പിക്കുന്ന അവർ പോലും ഓണപ്പരിപാടികൾക്ക് മക്കളെ വിടുന്നു. എന്ത് പഠിപ്പിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ആ മക്കളെ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരാൻ വയ്യ. ഇത് ഞാൻ പറഞ്ഞാൽ എന്നെ ക്രൂശിക്കാൻ നോക്കുക. എന്നെ ക്രൂശിക്കാൻ നോക്കുക. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നതാണ്, ഞാനില്ല. ഇപ്പം നിങ്ങളെ രക്ഷിപ്പാനും സഭയെ രക്ഷിപ്പാനും എന്നെക്കൊണ്ട് സാധ്യമല്ല. ഞാൻ രക്ഷിക്കപ്പെടുന്നത് വലിയ കാര്യത്തിലായിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ രക്ഷപ്പെടുന്നത് വലിയ കാര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ദൈവത്തിന് അതായത് ഇവിടെ സഭയിൽ ഒരാളെ കൊണ്ട് എനിക്കുമില്ല. സ്വർഗത്തിലെ ദൈവമാണ് അത് ചെയ്യുന്നത്. സർവശക്തനാണ് അത് ചെയ്യുന്നത്. നമുക്ക് ജാതികളോട് കലവരുത്. ജാതികളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മൾ ചെയ്യരുത്. നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണ്. നമുക്ക് എന്നാലും പരമാവധി നമ്മൾ അതിൽ മാറി നിൽക്കണം. മാറി നിൽക്കാതിരുന്നാൽ ജാതികളോടുകൂടെ എണ്ണപ്പെടും. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതില്ല. സുബി വായിക്കണം. ആ വാക്യം അനീഷിന്റെ തുടങ്ങി വായിക്കും. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. അവിടെ ഇവിടെ നോക്കിയാൽ വായിക്കും. രണ്ടിനും വായിക്കും. സത്തോടെ വായിക്കും. പെട്ടെന്ന് വായിക്കും. അപ്പം നിങ്ങൾ ഇവിടെയാണോ ഇരിക്കുന്നത്? ഇതാ മിസ്രൈമിലെ കറങ്ങി നടക്കുവാണോ? വായിക്കും. ഞാൻ പറഞ്ഞ രണ്ടുപേരും വായിക്കും. സത്തോണ്ട് വായിക്കും. പെട്ടെന്ന് വായിക്കും. ദൈവസന്നിധിയിൽ ഇരുന്നാൽ ഏക ചിന്തയോട് നടത്തിപ്പാർ പറയുന്നത് കേൾക്കണം. അത് ശ്രദ്ധിക്കണം. അല്ലാതെ ദൈവസന്നിധിയിൽ എങ്ങനെ ഇരിക്കുന്നത് ഒരു ഇരുപ്പല്ല. ആരാധനയ്ക്ക് വരുന്നതിൻ്റെ പ്രയോജനമല്ല. നടത്തിപ്പുകാർ പറഞ്ഞ്
കേട്ട് ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. അല്ലാതെ ഈ കൊതിനുണയും പറയുന്ന, വേണ്ടാത്തരം പറയുന്ന, എടുത്തു പറയുന്നവൻ, കയ്യിൽ നിന്ന് പറയുന്നവനെ എല്ലാം കേൾക്കാൻ. ഇപ്പോൾ ഒരാളോട് പറഞ്ഞു, മോനെ എന്താ നീ ജോസഫുട്ടി പാസ്റ്റ് പറഞ്ഞതാണ്, മോനെ ഇനി എന്താ ആരാധിക്കാതെ അനങ്ങരുത്. അത് ഡോക്ടർ പറഞ്ഞു അനങ്ങരുത്. ഡോക്ടർ പറഞ്ഞ് അനങ്ങരുത്. ഈ ഡോക്ടർ പറയുന്നത്, ഈ വീഡിയോക്കാരൻ പറയുന്നത് കേൾക്കാനേ ഉള്ളൂ. ഇത് നടത്തിപ്പുകാരായ ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ ഒരുത്തിനും ചെവിയില്ല. വീഡിയോ കേൾക്കാൻ ചിരിക്കും, അങ്ങോട്ട് നോക്കി സംസാരിക്കും, ഇങ്ങനെ നിൽക്കും, അങ്ങനെ നിൽക്കും. ഇതൊക്കെ പറയാനും അനുസരിക്കാനും ഓക്കെ, അനുസരിക്കട്ടെ, അതൊന്നും വിഷയമല്ല. യോഗ്യമായതെല്ലാം ചെയ്യണം. ദൈവത്തിൻ്റെ മഹത്വം. നടത്തിപ്പുകാർ പറയുന്നത് എന്തെങ്കിലും കേട്ട് ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവാണ് നമ്മുടെ കാര്യങ്ങളെയൊക്കെ പറയുന്നത്. നമ്മൾ തനിച്ചു പാർക്കുന്ന ദൈവത്തിൻ്റെ വിശുദ്ധ ജനം, ജാതികളുടെ കൂട്ടത്തിൽ അവരുടെ ആചാരങ്ങളിൽ നമ്മൾ കാണപ്പെടരുത്. അത് മുഖാന്തരം നമുക്ക് പല അനുഗ്രഹങ്ങൾ തടയും. എത്ര നിങ്ങൾ പരിശ്രമിച്ചാലും കാര്യം നടക്കുകയില്ല. വലിയ ദുഃഖങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ സ്വയം ഉണ്ടാകും. അത് നിങ്ങൾ വരുത്തി വയ്ക്കുന്ന വിഷയങ്ങളാണ്. സ്വർഗത്തിലെ ദൈവം എത്ര പ്രാർത്ഥിച്ചാലും പ്രവർത്തിക്കുന്നില്ല. എത്ര പ്രാർത്ഥിച്ചാലും പ്രവർത്തിക്കത്തില്ല. നമ്മുടെ ചീഫ് പാസ്റ്റർ അബ്രഹാമിനെ വിളിച്ച് തലയിലേക്ക് വെച്ചാലും കാര്യം നടക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മൾ തനിച്ചു പാർക്കുന്നവരായിരിക്കണം. ഒരു വേർപാട് ജീവിതമാണ് ഇവിടെ കാണിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇത് തനിച്ചു പാർക്കുന്ന ജനം, ഈ തനിച്ചു പാർക്കുന്ന ജനത്തിന് വിരോധമായി ബില്ലിശൂന്യമാകട്ടെ, മന്ത്രമാകട്ടെ, ഒന്നും ഫലിക്കുകയില്ല. ഇവൻ കൂലിക്ക് ദൈവജനത്തെ കൂലിക്ക് ശപിക്കാൻ വന്നവനാണ് ബിലയാം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ശപിക്കാൻ വന്നവനെ നോക്കിയപ്പോൾ അയ്യോ, ഈ ജനം വിശുദ്ധ ജനമാണ്, ഈ ജനം തനിച്ചു പാർക്കുന്നവരാണ്, ഈ ജനം ജാതികളുടെ ആചാരങ്ങളെ ആചാരിക്കാത്ത ജനങ്ങളാണ്, അതുകൊണ്ട് ഞാൻ ശപിച്ചാലെന്ന് ഏൽക്കുകയില്ല, അതുകൊണ്ട് എനിക്ക് ശപിക്കാനേ പറ്റുകയില്ല. അവസാനം ബാലാക്ക് പറയുകയാണ്, നീ ശപിക്കുകയും വേണ്ട, അനുഗ്രഹിക്കുകയും വേണ്ട. ശപിക്കുകയും വേണ്ട, അനുഗ്രഹിക്കുകയും. തനിച്ച് പാർക്കുന്ന ദൈവമക്കൾക്ക് ശാപം ഫലിക്കത്തില്ല. തനിച്ച് ജാതികളോട് എണ്ണപ്പെടുന്നവർക്ക് ശാപം ഫലിക്കും. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ മക്കൾക്ക് പിന്നീട് ശാപം ഫലിച്ചു. അതെങ്ങനെ? അവര് അമാലിക്യരുടെ ആ ജനത്തോടെ അവർ ഒന്നൊന്ന് ചേർന്നപ്പോൾ ശാപം ഫലിച്ചു. അപ്പോഴാണ് വലിയ പ്രശ്നങ്ങളുണ്ടായത്. ദൈവത്തിന് മഹത്വം. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം വലം കൈ നീട്ടി നമ്മെ സഹായിപ്പാൻ ശക്തനാണ്. അവൻ നമുക്ക് നേരെ വരുന്ന ശത്രുക്കളെ തകർത്ത് കളയണമെങ്കിൽ നമ്മൾ തനിച്ചു പാർക്കുന്നവരായിരിക്കണം. ഈ ആഴ്ചയിലെ പ്രഥമൻ ഏറ്റവും പ്രാധാന്യമാണ്. നമുക്ക് ബൈബിളിനെ വായിക്കുമ്പോൾ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നു, അയ്യോ യജമാനനെ, കലത്തിൽ മരണം. ദൈവത്തിന് സ്തോത്രം. ഈ അന്ന് ശിഷ്യന്മാരെല്ലാം വിശന്നപ്പോൾ ഇവരൊരു പായസം ഉണ്ടാക്കി. ഇവരൊരു പായസം ഉണ്ടാക്കി. അപ്പോൾ പേയ് ചീര വെട്ടിക്കൊണ്ടുവന്ന്, ആ കാലഘട്ടത്തിലെ അറിയത്തില്ലല്ലോ ഏതാ ചീര അല്ലാത്തതെന്ന്. നമ്മുടെ നാട്ടിലേക്ക് ഇവിടെ കുറേ ചീരകളുണ്ട്. എല്ലാം വെട്ടിയിട്ടാൽ പിന്നെ ദൈവം വേണ്ടത്. അപ്പോൾ ഇവരെന്ത് ചെയ്ത് പേയ് ചീരയെ വെട്ടിക്കൊണ്ട് കലത്തിലിട്ട് ഒരു വലിയൊരു പായസം ഉണ്ടാക്കി കോരിക്കൊടുത്തു. പാത്രത്തിനെ കോരിക്കൊടുത്തപ്പോൾ അവിടെ ഒരുത്തൻ കുടിച്ചിട്ട് പറയുന്നു, അയ്യോ യജമാനനെ, കലത്തിൽ മരണം. ദൈവത്തിന് സ്തോത്രം. കണ്ടോ, നമുക്ക് ജാതികളുടെ ആചാരം നമ്മൾ അനുഗമിച്ചു പോയാൽ മരണമുണ്ടാകും. ആർക്കാണ്? ആ വ്യക്തിക്ക് ആത്മീക മരണമുണ്ടാകും. ആദാമിന് ഏദേനിൽ ഉണ്ടായതുപോലെ. വായിക്കാം. പായസം കുടിക്കുമ്പോൾ നിലവിളിച്ചു, ദൈവപുരുഷനായുള്ളവരെ, കലത്തിൽ മരണം. ദൈവത്തിന് സ്തോത്രം. കണ്ടോ, ഇവിടെ കലത്തിൽ മരണം. നമ്മൾ ദൈവമക്കളായിരുന്നാൽ ദൈവമക്കളെ പോലെ നമ്മൾ ജീവിക്കണം. ഈ ആചാരങ്ങൾ നമ്മൾ ആചരിച്ചു പോകരുത്.
അങ്ങനെ പോയാൽ മരണമുണ്ടാകും. മരണം എന്ന് പറഞ്ഞാൽ അക്ഷരികമായ മരണമല്ല, ആത്മീകമായ മരണമുണ്ടാകും. നമ്മുടെ ആത്മീയ കണ്ണുകൾ അടഞ്ഞു പോകും സഹോദരങ്ങളെ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമുക്ക് ലോക സ്ഥാപനത്തിന് മുന്നേ നമുക്ക് വേണ്ടി ഒരു അനുഗ്രഹത്തെ നമ്മുടെ കർത്താവ് വച്ചിരിക്കുന്നു. ആ അനുഗ്രഹത്തെ നമ്മൾ ഒരു നാളും നഷ്ടപ്പെടുത്തി കളയരുത്. നമുക്ക് ജാതികളുടെ ആചാരങ്ങളെ അനുഗമിച്ചു പോകരുത്. ഒരു കാലത്ത് പണ്ട് നമ്മൾ ജാതികളായിരുന്നപ്പോൾ നമ്മൾ ഈ ലോകത്തിലെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠിച്ചു പോയ ഒരു വ്യക്തികളായിരുന്നു. എന്നാൽ ഇനി അങ്ങനെ ചെയ്യരുത്. ഞാൻ തനിച്ചു പാർക്കുന്ന ജനം, ഇവർ ജാതികളോടുകൂടെ കലന്നു പോകാത്തവരാണ് എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവമാണ് യുദ്ധം ചെയ്തത്. എത്രയോ സൈന്യങ്ങൾ വന്നപ്പോൾ സൈന്യങ്ങളെ തകർത്തത് നമ്മുടെ ദൈവമാണ്. നമ്മുടെ ഇസ്രായേൽ മക്കൾ കണ്ടിട്ട് ഭയപ്പെട്ടു പോയാലോ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നീട്ടി അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. ആ ജാതികളായ മനുഷ്യരെ മനസ്സിലാക്കി ഇസ്രായേലിൻ ദൈവം നമ്മുടെ ദേവന്മാരെയും തകർത്തു, നമ്മയും തകർത്തുകൊണ്ട് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്ന് അവർ പറയുകയുണ്ടായി. അതുപോലെ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യണം. അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്ത് നമുക്ക് ജയം തരുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. ഈ ലോകത്തിലെ ജഡത്തിൽ നിന്ന്, ഈ ലോകത്തിലെ ആഡംബരങ്ങളിൽ നിന്ന്, ഈ ലോകത്തിലെ ജഡപ്രവൃത്തികളിൽ നിന്ന്, ഈ ലൗകിക ജീവിതത്തിലെ നമ്മോട് പോരാടുന്ന ചുരുക്കി പറ്റി നിൽക്കുന്ന എല്ലാ ശക്തികളിൽ നിന്ന് നമുക്ക് യുദ്ധം തരുവാൻ, നമുക്ക് നമ്മുടെ യുദ്ധത്തിൽ ജയം തരുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മോട് കൂടെ ഉണ്ട്. അവൻ നമ്മോട് കൂടെ നമുക്ക് യുദ്ധങ്ങളിൽ ജയം തരുന്ന ദൈവമാണ്. നമ്മെ കൊണ്ട് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. നമ്മെക്കാൾ ബലവാനാണ് ശത്രു. നമ്മെക്കാൾ ബലവാനായ ശത്രുവെ യുദ്ധം ചെയ്ത് ജയിക്കണമെങ്കിൽ നമ്മെ സൃഷ്ടിച്ച നമ്മുടെ ദൈവമായ കർത്താവിന്റെ സഹായമല്ലാതെ ഒരിക്കലും നമുക്ക് സാധ്യമല്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിന്നെയും നാം സങ്കീർത്തനത്തിലെ വരുമ്പോൾ അവിടെ ദാവീദ് പറയുന്നു, 21 സങ്കീർത്തനത്തിലെ നിങ്ങൾ വന്നാൽ അതിലെ 8 വാക്യത്തിലെ വലങ്കൈ, നമ്മുടെ കർത്താവിന്റെ വലങ്കയിലുള്ള അനുഗ്രഹത്തെ കുറിച്ച് നാം ഇവിടെ വായിക്കുകയാണ്. വായിക്കാം. നിന്റെ കൈ നിന്റെ സകല ശത്രുക്കളെയും കണ്ടുപിടിക്കും. നിന്റെ വലങ്കൈ നിന്നെ പകയ്ക്കുന്നവരെ പിടികൂടും എന്ന് നാം ഇവിടെ വായിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ പ്രിയന്റെ വലങ്കൈ ഭാഗത്ത് നമുക്ക് ഇരുന്നാൽ നമ്മുടെ ശത്രുക്കളെ എല്ലാം ദൈവം തമ്മിൽ പിടികൂടും. ദൈവത്തിന്റെ സ്തോത്രം. ആരൊക്കെ നമുക്ക് ശത്രുവോ അവരെല്ലാം ദൈവം പിടികൂടുമെന്ന്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ആത്മീക യാത്രയ്ക്ക് വിരോധമാണോ? നമ്മുടെ സഭയ്ക്ക് വിരോധമാണോ? വിശുദ്ധന്മാർക്ക് വിരോധമാണോ? ദൈവമക്കൾക്ക് വിരോധമാണോ? മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന ദൈവമക്കളെ കുറ്റം പറയുകയാണോ? ആ ശത്രുക്കളെല്ലാം ദൈവം പിടികൂടുമെന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവം പിടികൂടും. നാളുകളുണ്ട്, നാളുകളൊന്നും പോയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് എല്ലാം പതിയെ ചെയ്യും. അതുകൊണ്ട് നാം വലത് ഭാഗത്തിരിക്കണം. ശത്രുവിനെ ദൈവം പിടികൂടും. ശത്രുവിനെ എല്ലാം ദൈവം പിടികൂടും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതാണ് ഇവിടെ പറയുന്നു, ദൈവത്തിന്റെ വലങ്കൈ പ്രവർത്തിക്കുന്ന പ്രവർത്തനം അഗോചരമാണ്. ഒരു മനുഷ്യനിക്കും അത് ഗ്രഹിക്കാൻ പോലും പറ്റുകയില്ല. സർവശക്തനായ ദൈവത്തിന്റെ കരം ശക്തിയുള്ളതാണ്. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ കർത്താവ് വലങ്കൈ നീട്ടിയാൽ സൂര്യൻ എവിടെയും വെളിച്ചം കൊടുക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിലെ നാനാഭാഗങ്ങളിലും ഏത് രാജ്യത്തിലും നമ്മുടെ കർത്താവിന്റെ വലങ്കൈ നീട്ടിക്കഴിഞ്ഞാൽ സൂര്യൻ എവിടെയും വെളിച്ചം കൊടുക്കുകയില്ല. നമ്മുടെ കൈ നീട്ടിയാലോ? നമ്മുടെ വലങ്കൈ നീട്ടിയാൽ ഈ സൂര്യൻ വെളിച്ചം കൊടുക്കാതിരിക്കുമോ? ദൈവത്തിന് സ്തോത്രം. എങ്ങനെ ഇരിക്കണം? ദൈവത്തിന്റെ വലങ്കൈ നീട്ടിയാൽ അമേരിക്കയിലും ഇന്ത്യയിലും എല്ലാ രാജ്യങ്ങളിലും സൂര്യൻ ഒരിക്കലും വെളിച്ചം കൊടുക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും ദൈവത്തിന്റെ വലങ്കൈക്ക് വലിയ പ്രവർത്തനങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ശത്രുവിനെ അവൻ പിടികൂടും. നാം മിണ്ടാതിരിക്കണം. നാം അനങ്ങാതെ പ്രാർത്ഥിക്കണം. കർത്താവ് പിടികൂടും. സ്വർഗത്തിലെ ദൈവം തന്നെ അത് ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമുക്കെന്താ ജാതികളോടുകൂടെ
കൂടെ കലർന്ന് അവരുടെ പ്രവൃത്തികളെ നാം ചെയ്താൽ ശത്രു നമ്മെ പിടികൂടും. നമ്മെ ശത്രു പിടികൂടും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതാണ് നാം പിന്നെയും സങ്കീർത്തനം 63-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാം വാക്യം നമുക്ക് വായിച്ചാൽ അവിടെയും നാം ഇങ്ങനെ വായിക്കുന്നു. സങ്കീർത്തനം 63-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാം വാക്യം വായിക്കാം. എന്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു, നിന്റെ വലം കൈ എന്നെ താങ്ങും. ദൈവത്തിന് സ്തോത്രം. വലം കൈയാണ് പ്രിയമുള്ളവരെ നമ്മെ താങ്ങുന്നത്. നമ്മളിപ്പോൾ സ്കൂട്ടറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് നമുക്കൊരു അപകടം ഉണ്ടാകുന്നു. നമ്മൾ നേരെ പോയാലും നമ്മുടെ മുമ്പേ വരുന്നവൻ നേരെയാണോ വരുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ. അവൻ നമ്മുടെ നേരെ വന്നാലും നമുക്ക് തിറച്ച് വീണാലും നമ്മളെ എടുത്ത് എറിഞ്ഞാലും നമ്മൾ വണ്ടിയിൽ നിന്ന് വീണാലും ദൈവത്തിന്റെ വലം കൈ നമ്മെ താങ്ങും. ദൈവത്തിന്റെ വലം കൈ നമ്മെ താങ്ങും. ഒരു പോറല് പോലും വീഴാതെ താങ്ങും. ദൈവത്തിന് സ്തോത്രം. അതാണ് നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോയാലും അവൻ നിന്റെ കൈകളാൽ താങ്ങും. സങ്കീർത്തനം 91-ാം സങ്കീർത്തനം. ദൈവത്തിന് സ്തോത്രം. വായിക്കാം. പോകാതിരിക്കേണ്ടതിന് അവൻ നിന്റെ കൈകളിൽ വഹിച്ചുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. കണ്ടോ, അതാണ് നമ്മുടെ യാത്രയിലെ ഇന്നേ വരെ നമുക്ക് താഴെ വീണാലും വലിയ അപകടങ്ങൾ ഉണ്ടായാലും നമ്മുടെ ദൈവമാണ് വലങ്കൈ നീട്ടി നമ്മെ താങ്ങുന്നത്. നമ്മുടെ ശരീരത്തിലെ ഒരു പോറല് പോലും കൊള്ളാതെ നമ്മെ താങ്ങുന്നത്. അവൻ മുറിവ് ഏൽപ്പിക്കുകയും ചെയ്യും, മുറിവ് കെട്ടുകയും ചെയ്യും, മുറിവ് ഉണക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ദൈവമാണ് നമ്മുടെ കർത്താവ്. അതെല്ലാം നമ്മുടെ നന്മയ്ക്കായി ചെയ്യുന്ന വിഷയങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദൈവത്തിന്റെ വലങ്കൈ നമ്മെ താങ്ങും. പലവിധമായ കഷ്ടം, ദുഃഖം, പ്രയാസം, കണ്ണുനീര് ഒക്കെ വരുമ്പോൾ ഈ വലങ്കൈയാണ് നമ്മെ താങ്ങുന്നത്. നമുക്ക് ചിലപ്പോൾ ഈ ചെറിയ കുട്ടികൾ പെട്ടെന്ന് ഒരു ഒറ്റ ഓട്ടം കൊടുക്കും, അവർ പെട്ടെന്ന് താഴെ വീഴും. ദൈവത്തിന്റെ വലങ്കൈ അവരെ താങ്ങും. അവർ താഴെ വീണാലും ഒന്നും അവർക്ക് സംഭവിക്കില്ല. ആ കുട്ടി പിന്നെ പിന്നെയും ഓടും. ദൈവത്തിന് സ്തോത്രം. ചില കുട്ടികൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവർ താഴെ വീണപ്പോൾ അവരെന്ത് ചെയ്യും? അധികം ഒന്ന് എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കും. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുട്ടി അവിടെ നിന്ന് കരയും, നിറയും. ആരും കണ്ടില്ലെങ്കിൽ കരയും. പതിയെ എഴുന്നേറ്റ് അങ്ങ് പോയി ചുറ്റുമ തട്ടിട്ട് കണ്ട. ചെറിയ കുട്ടികളെ തന്ത്രം കണ്ടു. ചെറിയ കുട്ടിയാണ്, 2-3 വയസ്സേ ആയിട്ടുള്ളൂ, വലിയ പ്രായമൊന്നും ആയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അവനും താഴെ വീണപ്പോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് നോക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം വലങ്കയിലെ കുഞ്ഞിനെ താങ്ങി നിർത്തി. എന്നാൽ ആരെങ്കിലും കണ്ടാൽ അതിന് പെട്ടെന്ന് ഒരു നാണക്കേട്. ഒരു നാണം കൊണ്ട് അത് കരുതുന്നത് വേദന കൊണ്ടൊന്നുമല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ താഴെ വീഴുമ്പോൾ അവൻ നമ്മെ താങ്ങുന്ന ദൈവമാണ്. വലം കൈ കൊണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ജീവിക്കുന്ന ദൈവമക്കളെ വലം കൈക്കൊണ്ട് താങ്ങുന്ന ദൈവം. ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വലം കൈ വഹിക്കണം. ഈ വലം കൈയെ കുറിച്ച് എന്താ നമ്മൾ ചിന്തിക്കുന്നത്? വലം കൈയെ വെച്ചാൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ആർക്കെങ്കിലും നമുക്ക് കൈ കൊടുക്കുമ്പോൾ വലം കൈയാണ് കൊടുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കല്യാണം കഴിഞ്ഞ് വീട്ടിലെ കയറി പോകുമ്പോൾ പെൺകുട്ടിയോട് പറയുന്നത് മോളെ വലം കാലെടുത്ത് വെച്ച് കയറി വരണം. എന്നാൽ ചെറുക്കിനോട് അങ്ങനെ പറയാറില്ല. അതെന്താണെന്നൊന്നും അറിയത്തില്ല. ചെറുക്കിനോട് പറയാനില്ല, മോനെ വലം കാലെടുത്ത് വെച്ച് വരണേ എന്ന് പറയാതെ പെൺകുട്ടിയോട് മാത്രമേ പറയുള്ളൂ. ചെറുക്കന്മാരോട് പറയുമ്പോൾ ഞാൻ കേട്ടിട്ടില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ പെൺകുട്ടി വരുമ്പോൾ ഫസ്റ്റ് ആ വീട്ടിലെ കയറി വരുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഈ പയ്യൻ അങ്ങോട്ട് പോകുമ്പോൾ മോനെ വലം കാലെടുത്ത് വെച്ച് പോരും എന്നും ചിലരങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. എന്നാൽ പെൺകുട്ടികളെ വലം കാലെടുത്ത് വെച്ചാൽ അപ്പോൾ ഈ അമ്മായില്ലേ വളരെ ശ്രദ്ധിക്കും. ഇവിടെ നല്ല കിട്ടപ്പോഴാണ് നോക്കി വലം എടുത്ത് വെച്ച് അമ്മായിയമ്മ അത് വളരെ ശ്രദ്ധിക്കും. വേറെ ആരെ ശ്രദ്ധിച്ചില്ലെങ്കിലും അമ്മായിയമ്മ ഇങ്ങനെ നോക്കും. വെള്ളത്തിൽ കാലെടുത്ത് വെച്ചാൽ തീരുന്നു. അമ്മായിമ്മ മേഖല കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ചായ പോലും കിട്ടിയില്ല എന്നാണ് അവരുടെ വിശ്വാസം. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല. ഏത് കാലത്ത് വെച്ചാലും കുഴപ്പമില്ല. എങ്കിലും ഇങ്ങനെ ഒരു വ്യവസ്ഥ കിടക്കുന്നത് കൊണ്ട്
ആരെയും നമുക്ക് ഇടർച്ച ഉണ്ടാക്കണ്ട, വലങ്കാൽ തന്നെ എടുത്തിട്ട് പോകണം. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ആർക്കും യേശു പറഞ്ഞതുപോലെ ആർക്കും ഇടർച്ച ഒന്നും ഉണ്ടാക്കരുത്. ഇടർച്ച ഉണ്ടാക്കാതെ വലങ്കാൽ എടുത്തിട്ട് പോകണം. ഇവിടെ വലങ്കൈ കൊണ്ടാണ് അനുഗ്രഹിക്കുന്നത്. വലങ്കൈ കൊണ്ടാണ് അനുഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഒരു അമ്മച്ചി ഒരു കുഞ്ഞിന്റെ കയ്യിലേക്ക് കുറച്ച് പൈസ കൊടുത്തിട്ട് അത് 3 വയസ്സേ ആയുള്ളൂ. അപ്പോൾ അത് കയ്യിൽ കൊടുത്തപ്പോൾ ഇടം കയ്യിലെ പൈസ വെച്ച് കൊടുത്തു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, വലം കയ്യിലെ ഈ കയ്യിൽ വെച്ച് പൈസ അമ്മച്ചിനെ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. വലങ്കൈ അനുഗ്രഹിക്കപ്പെട്ട ഭാഗമാണ്. ദൈവത്തിന് സ്തോത്രം. അതാണ് ഇവിടെ പത്രോസ് ആകട്ടെ, യേശു ആകട്ടെ, എല്ലാവരും അതുപോലെ യാക്കോബാകട്ടെ, ഇസഹാക്കാകട്ടെ, അബ്രഹാം ആകട്ടെ തലയിലെ കൈവച്ച് വലങ്കൈ വച്ചാണ് അവർ അനുഗ്രഹിച്ചത്. വലങ്കൈ. അപ്പൊ 2 മക്കളെ ജോസഫ് കൊണ്ട് നിർത്തുകയാണ്. 2 മക്കളെ കൊണ്ട് നിർത്തിയിട്ട് ഈ യാക്കോബ് അവൻ എന്ത് ചെയ്തെന്നറിയാമോ? 2 കൈയെ ഇങ്ങനെ വെച്ച് അവനെ അനുഗ്രഹിച്ചു. 2 കയ്യെ കടഞ്ഞിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് അനുഗ്രഹിച്ചു. അപ്പോൾ യോസേഫ് പറയുന്ന, അപ്പ അങ്ങനെയല്ല, ഇവനാണ് ആദിജാതൻ, ഇവനെയാണ് വലങ്കി വയ്ക്കേണ്ടത്. അപ്പൊ യാക്കോബ് പറഞ്ഞാൽ എനിക്കറിയാം ദൈവത്തിന്റെ സ്തോത്രം, ആരെ എങ്ങനെ അനുഗ്രഹിക്കണമെന്ന് എനിക്കറിയാം. അപ്പൊ യോസേഫ് വിചാരിച്ചു പപ്പായ്ക്ക് കണ്ണ് കാണാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ആൾ തെറ്റിപ്പോയില്ലായിരിക്കുന്നു. ഇല്ല, അവൻ യാക്കോബിലെ മിടുക്കനാണ്. യാക്കോബ് മിടുക്കനാണ്. സകല സൂത്രവും പഠിച്ചവനാണ് യാക്കോബ്. ദൈവത്തിന്റെ സ്തോത്രം. അവനെന്ത് ചെയ്തു? കയ്യെ ഇങ്ങനെ വെച്ച് 2 മക്കളെ അനുഗ്രഹിച്ചു. അതിലെ വലങ്കൈ ഇളയവന്റെ കയ്യിലും ഇളയവന്റെ ഭാഗത്തും ഇടം കൈയിന്റെ മൂത്ത മോന്റെ ഭാഗത്തും ആയിപ്പോയി. അപ്പോഴാണ് യോസേഫ് പറഞ്ഞത് അപ്പാ എന്ന് നാം ഈ വാക്യത്തിൽ വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ യോസേഫ് ആഗ്രഹിച്ചത് എന്താണ്? എന്താ? പപ്പ അങ്ങനെയല്ല, ഇങ്ങനെയാണ് അനുഗ്രഹിക്കേണ്ടത്. അതിനാൽ അവൻ പറഞ്ഞു, അങ്ങനെയല്ല, ഇങ്ങനെ തന്നെ ഞാൻ ചെയ്തത് ശരിയാണ്, ഇവൻ തന്നെ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും എന്ന് യാക്കോബ് പറയുകയുണ്ടായി. ഇതുപോലെ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത് എന്താണ്? അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ ആയിരിക്കണം എന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. ദൈവത്തിന്റെ സ്തോത്രം. വലം കൈ കൊണ്ട് ചെയ്യുന്നതെല്ലാം മനഃപൂർവ്വമാണ്. ഇടം കൈ കൊണ്ട് ചെയ്യുന്നതെല്ലാം പെരുവൃത്ത് കൊണ്ടാണ്. വലം കൈ കൊണ്ട് ചെയ്യുന്നത് എല്ലാം മനഃപൂർവ്വവും സന്തോഷം കൊണ്ടാണ്. ഇടം കൈ ചെയ്യുന്നത് നിർബന്ധത്താലും പലവിധമായ മാനസിക ചിന്തകളാലുമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വലം കൈ നമ്മെ അനുഗ്രഹിക്കും, വലം കൈ ശത്രുവിനെ തകർക്കും, വലം കൈ നമ്മുടെ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തും. ദൈവത്തിന് സ്തോത്രം. അതാണ് വലം കൈയെ കുറിച്ച് നാം ഇങ്ങനെ വായിക്കുന്നത്. ഇവിടെ നാം വെളിപ്പാട് പുസ്തകത്തിൽ നിങ്ങൾ വരുമ്പോൾ 1-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം നിങ്ങൾ വായിച്ചാൽ അവിടെ വലം കൈയിലുള്ള അനുഗ്രഹം എന്താണ് അവിടെ നാം വായിക്കുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? ദൈവത്തിന്റെ മഹത്വം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ദൈവത്തിന് കണ്ടോ, വലങ്കൈ. അവൻ താഴെ വീണു. കണ്ടപ്പോൾ ഞാൻ ബോധം കെട്ട് താഴെ വീണു. ദൈവത്തിന് നാളെ വലങ്കൈ അവൻ എന്റെ മേലെ വെച്ചു. ദൈവത്തിന്റെ സ്തോത്രം. ഭയപ്പെടേണ്ട, വലങ്കൈ ആശ്വസിപ്പിക്കും, വലങ്കൈ ആശ്വാസം കൊണ്ട് നിറയ്ക്കും, വലങ്കൈ തണുപ്പിക്കും, വലങ്കൈ നമ്മെ ഓരോരുത്തരെ ആശ്ലേഷിപ്പിക്കും, വലങ്കൈ നമ്മെ സമാധാനപ്പെടുത്തും, വലങ്കൈ നമ്മെ ധൈര്യപ്പെടുത്തും. വലങ്കൈ കൊണ്ട് നീ ഭയപ്പെടേണ്ട. ദൈവത്തിന് സ്തോത്രം. എന്റെ മേലെ വലങ്കൈ വെച്ചപ്പോൾ ഭയപ്പെടേണ്ട എന്ന് ഇവിടെ നാം വായിക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വം. എന്നാൽ ഈ വലങ്കൈയിലെ പിന്നെ വേറെ ഒരു പ്രവൃത്തി കൂടി ഉണ്ട്. എന്താ? അത് കർത്താവിന്റെ വരവിന് ശേഷമുള്ളതാണ്. കർത്താവിന്റെ വരവിന് ശേഷമുള്ള ഒരു വലങ്കൈയിലെ പ്രവൃത്തി ഉണ്ട്. ആ പ്രവൃത്തി എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ മഹത്വം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ കർത്താവിന്റെ വരവിന് ശേഷം വലങ്കൈയിലെ ഒരു പ്രവൃത്തി ഉണ്ട്. ആ പ്രവൃത്തി എന്ത് പ്രവൃത്തിയാണ്? വായിക്കാം. സമ്പന്നന്മാരും ദരിദ്രന്മാരും ദാസന്മാരുമായ എല്ലാവരും വലങ്കൈ മേലോ നെറ്റിയിലോ മുദ്ര വയ്ക്കുമാറ്
വായിക്കുന്ന ഇത് കർത്താവിൻ്റെ വരവിന് ശേഷമാണ്. ദൈവത്തിന് സ്തോത്രം. ഇടയ്ക്ക് മലയാള മനോരമയിൽ പൈസ എല്ലാം നിർത്താൻ പോകുന്നു, ഡിജിറ്റൽ വരാൻ പോകുന്നു എന്ന് നാം ഈ മലയാള മനോരമയിലെ ഇടയ്ക്ക് ഒരു വാർത്ത വന്നിരുന്നു. അത് ഇനി വരാൻ പോകുന്നതാ. ഇപ്പൊ ഉടനെ ഒന്നുമല്ല, വരാൻ പോകുന്നതിന് ഒരു സിഗ്നൽ എന്ന് ഒരു പരസ്യം എന്ന് അവർ പറയുകയുണ്ടായി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് കേട്ടപ്പോഴേ പല ആളുകളെ പേടിച്ചു പോയി. അയ്യോ, തീർന്നു വേണ്ട, ഇനിയും കറുത്ത പൈസ വെളുത്ത പൈസ ഒന്നും പറ്റൂല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അങ്ങനെ ഈ ഡിജിറ്റല് യേശു കർത്താവിന്റെ വരവിന് ശേഷമേ ഇത് ഉണ്ടാവും. അതിന് മുന്നേ ഒരു നാളും ഉണ്ടാകത്തില്ല സഹോദരങ്ങളെ. ദൈവത്തിന് സ്തോത്രം. ചൈനയിലെ എല്ലാം ഡിജിറ്റലാക്കണം, ഇനി പൈസ ഒന്നും വേണ്ട, കറൻസി ഒന്നും വേണ്ട എന്ന് വെച്ച് അവരൊരു നിയമം കൊണ്ടുവന്നു. വിജയിച്ചില്ല. നിയമം കൊണ്ടുവന്നു, പക്ഷെ അത് വിജയിച്ചില്ല. ഇപ്പോഴും അവിടെ പൈസ ഉണ്ട്. ഇപ്പോഴും അവിടെ പൈസ ഇങ്ങനെ അവർ എല്ലാം കൈമാറുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ പ്രിയരെ, ഇത് കർത്താവിന്റെ വരവിന് ശേഷമുള്ളതാണ്. ഇത് മുദ്ര വലം കൈയിലാണ്. ഇടത് കൈയിൽ വന്ന് മുദ്ര പ്രവർത്തിക്കത്തില്ല. വലം കൈയിലും നെറ്റിമേലുമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു നെല്ല് പോലെ അഥവാ ഒരു അരിയുടെ അളവിലെ ഒരു ചിപ്പാണ്. ദൈവത്തിന് സ്തോത്രം. അത് വലതു കൈയിലും നെറ്റിയിലുമാണ് അത് പ്രവർത്തിക്കുന്നത്. വേറെ ശരീരത്തിൽ എവിടെ വെച്ചാലും പ്രവർത്തിക്കുകയില്ല. കുരങ്ങിന്റെ നെറ്റിയിൽ വെച്ച് നോക്കി, അത് പ്രവർത്തിച്ചില്ല. പശുവിന്റെ നെറ്റിയിൽ വെച്ച് നോക്കി, അത് പ്രവർത്തിച്ചില്ല. മനുഷ്യന്റെ ശരീരത്തിൽ മാത്രമേ അത് പ്രവർത്തിക്കുന്നുള്ളൂ. അതാണ് നമ്മുടെ കർത്താവിന്റെ പ്രവചനങ്ങൾ നിറവേറി വരുന്ന ഒരു കാലം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കുരങ്ങിൽ നിന്ന് മനുഷ്യനുണ്ടായി എന്ന് പലരും പറഞ്ഞ് വിശ്വസിച്ചാലും ഈ ചിപ്പ് കുരങ്ങിന്റെ വലതു കൈയിലോ കുരങ്ങിന്റെ നെറ്റിയിലോ ഇത് പ്രവർത്തിക്കുന്നതേ ഇല്ല. അതിന്റെ പ്രവർത്തനം ശൂന്യമാണ്. മനുഷ്യന്റെ ശരീരത്തിൽ മാത്രമേ ഇത് പ്രവർത്തിക്കുന്നുള്ളൂ. ഇത് കർത്താവിന്റെ വരവിന് ശേഷമുള്ള മുദ്രയാണ്. എന്നാൽ കർത്താവിന്റെ വരവിന് മുമ്പേയുള്ള ഒരു മുദ്രയാണ്. പരിശുദ്ധ ആത്മാവിനാലെ ക്രിസ്തുവിന്റെ മണവാട്ടിയായി സർവശക്തനായ ദൈവം നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ദൈവത്തിന് സ്തോത്രം. ഇത് എല്ലാ പ്രാർത്ഥനയ്ക്കും കടന്നു വന്ന് ഈ മുദ്ര എന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ പുതുക്കണം. വൈകിട്ട് സന്ധ്യാസമയത്ത് ബൈബിൾ വായിച്ച് പാട്ട് പാടി നമ്മൾ കൈ അടിച്ച് വീട്ടിലെ എല്ലാവരും ഈ മുദ്രയെ പുതുക്കണം. ഇത് പുതുക്കിയില്ലെങ്കിൽ ലോകവും ജഡവും പിശാചും ഇതെ ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്രിസ്തുവിന്റെ മണവാട്ടി ആകെയില്ല. പിശാചിന്റെ ചൈത്താന്റെ മണവാട്ടിയായി മാറും. ചൈത്താന്റെ മണവാട്ടിയായി മാറും. ഈ ചൈത്താന്റെ മണവാട്ടികളെ എടുക്കുവാനല്ല കർത്താവ് വരുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ചൈത്താന്റെ മണവാട്ടികളാണ് കൈവിടപ്പെട്ടു പോകുന്നത്. എന്നാൽ നാം ക്രിസ്തുവിന്റെ മണവാട്ടികളായി നാം ഇരിക്കണമെന്ന് സത്യ വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ, നാളെ ഇവിടെ ജെയ്സന്റെ കല്യാണമാണ്. ജെയ്സൺ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ എന്റെ കല്യാണം എപ്പോഴും തീരും, എന്റെ മണവാട്ടി ഞാൻ എന്ന് കാണും, എന്റെ മണവാട്ടിയെ ഞാൻ എന്ന് കാണും എന്ന് ജെയ്സൺ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അതിന് നാളെ അവൻ ഒരുങ്ങി വരും. ഒരുങ്ങാതെ വെറും ചലം കൊടുത്തുകൊണ്ട് ഒരു ബലിനെ കൊണ്ടിട്ട് വന്ന മണവാളനായിട്ട് അംഗീകരിക്കൂ. എല്ലാത്തിനും ഒരു ഒരുക്കം വേണം. മണവാട്ടിക്ക് ഒരു ഒരുക്കം വേണം. ദൈവത്തിന് മണവാട്ടി എവിടെ നിന്നാണ് വരുന്നത്? പട്ടാടിയിൽ മണവാട്ടി ഒരുങ്ങി വരികയാണ്. ഈ മണവാട്ടിക്ക് ഇങ്ങനെ ഒരു കിരീടം വെള്ള തുണിയൊക്കെ ഇട്ട് എല്ലാം ഇങ്ങനെ ഒരുങ്ങി മണവാട്ടി വരികയാണ്. എന്നാൽ മണവാളൻ നോക്കിയിരിക്കുന്നു ജെയ്സൺ. ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ തന്നെ നമ്മൾ ഒരുങ്ങി മണവാട്ടിയായിട്ട് ഒരുങ്ങിയിരിക്കണമെന്ന് നമ്മുടെ കർത്താവ് സിയോനിൽ നിന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. എപ്പോൾ എൻ്റെ മണവാട്ടിയെ ഞാൻ കാണും, എപ്പോൾ എൻ്റെ കാന്തയോട് ഞാൻ ചേരും എന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവിടെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഇത് അക്ഷരികം, അത് ദൈവികം. ഇത് പ്രാകൃതം, അത് ആത്മീകം. ദൈവത്തിന് സ്തോത്രം. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീക ശരീരം ഉണ്ട്. ആത്മീക ശരീരവുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മണവാട്ടിയായ സഭയെ ഒരുക്കുവാൻ വേണ്ടി വലതുഭാഗത്ത് നിന്ന് അവർക്ക് വേണ്ടി ശത്രുവിനോട് യുദ്ധം ചെയ്ത് മണവാട്ടിയെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. മണവാട്ടിയെ സഹായിച്ച് അവർ ഒരുങ്ങി വരാനാണ്. ഇപ്പോൾ ജെയ്സന്റെ വിഭാഗമാണ് നാളെ. അവരുടെ വീട്ടുകാരുടെ സ്വന്തക്കാരെല്ലാവരെയും വെച്ചു വിവാഹത്തിന് വരണം. അതുപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിത്യ വിവാഹം നടക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? എന്നെ കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ക്ഷണിക്കുന്നു. എല്ലാവരും ഒരുങ്ങണം. നാം എല്ലാവരും ഒരുങ്ങണം.
ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ഒരുങ്ങണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിനുവേണ്ടി നമ്മുടെ വിവാഹ ഉറപ്പെല്ലാം കഴിഞ്ഞു. യേശുവും നമ്മൾ തമ്മിലുള്ള വിവാഹ ഉറപ്പെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. പരിശുദ്ധാത്മാവെ പ്രാപിച്ചിട്ട് നഷ്ടപ്പെടുത്താതെ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തിൽ അവര് ക്രിസ്തുവിന്റെ മണവാട്ടിയായി നിശ്ചയം കഴിഞ്ഞു. ഇനി വിവാഹം നടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മേഘങ്ങളെ വാഹനമാക്കി അവൻ 1000 ദൂതന്മാരുമായി വേഗത്തിൽ വരും. ക്രിസ്തുവിന്റെ മണവാട്ടിയായ കാന്തയായ നമ്മെ ചേർക്കേണ്ടതിന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വേഗത്തിൽ വരും. അവരെ ആരാണ് കാന്തയായി ഒരുങ്ങാൻ പോകുന്നത്? വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്ന 7-ാം വാക്യം നമുക്ക് വായിച്ചാൽ അവർക്കൊരു സന്തോഷമുണ്ട്. അവർക്കൊരു സന്തോഷമുണ്ട്. വായിക്കാം. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നല്ലോ. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുത്തുകൊണ്ടേയിരിക്കണം. ആർക്കാ? നമ്മുടെ ദൈവത്തിന് മഹത്വം. കർത്താവിന്റെ കാന്തയായി ഒരുങ്ങുന്നവര് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, കാന്തയും തന്നെ താൻ ഒരുക്കി. വേറെ ആരും ഒരുക്കാൻ നിൽക്കണ്ട, അവര് തന്നെ ഒരുക്കണം. ഈ പട്ടാളിന്റെ പെൺകുട്ടിയെ ഒരുക്കിക്കൊണ്ടാവരുത്. അല്ല, കർത്താവ് മേഘത്തിൽ തേജസ്സിൽ വരുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ ഒരുക്കിക്കൊള്ളണം. വേറെ ആരും ഒരുക്കാൻ ഇല്ല. ദൈവത്തിന്റെ സ്തോത്രം. ആരും ഒരുക്കാനില്ല. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ കാന്ത തന്നെത്താൻ ഒരുക്കി. അവൾക്ക് ഏത് വസ്ത്രമാണ്? ചുവപ്പ്, കറുപ്പ്, അങ്ങനെ ഉണ്ടോ? വായിക്ക്. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം. കണ്ടോ? എന്താ വസ്ത്രമാ? കറുപ്പ്, ചുവപ്പ്, നീലം, പച്ച, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്താ വസ്ത്രം? നല്ല ശുഭ്രമായ. വായിക്കേ. അവൾക്ക് ശുദ്ധവും ശുഭ്രമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. അത് ആ വിശേഷ വസ്ത്രം വിശുദ്ധമായ നീതി പ്രവർത്തികൾ തന്നെ. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക. വിളുങ്ങരുത്. എല്ലാം കറക്റ്റ് പറയണം. വള്ളിയും പുള്ളിയും തെറ്റരുത്. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ കറക്റ്റ് വരണം. കറക്റ്റ് അങ്ങനെ പഠിക്കണം. അല്ലാതെ ഇങ്ങനെ വിഴുങ്ങി പഠിച്ചാൽ പെട്ടിയിൽ വയ്ക്കുന്നവരെ വിഴുങ്ങാനേ പറ്റും. ദൈവത്തിന്റെ സ്തോത്രം. അത് കറക്റ്റ് വായിക്കണം. കറക്റ്റില്ലേ? ഞാൻ വായിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ തെറ്റും, സഹോദരി ചിലപ്പോൾ തെറ്റും. നിങ്ങൾ വായിക്കുമ്പോൾ ഒട്ടും തെറ്റിക്കാൻ പാടില്ല കേട്ടോ. കറക്റ്റ് വായിക്കണം. കറക്റ്റ് വായിക്കണം. നമ്മൾ അത് തന്നെയല്ലേ പഠിച്ചു വന്നത്. ജനിച്ചത് തൊട്ടേ മലയാളം കണ്ടുവരുമായിരിക്കും. കറക്റ്റ് വായിക്കണം, തെറ്റിക്കരുത്. ചിലതങ്ങ് വിളുങ്ങരുത്. ദൈവത്തിന്റെ സ്തോത്രം. വായിക്കും. പിന്നെ അവൻ വായിക്കെന്താ പോയോ? കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാൻ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. എഴുതുക എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. കണ്ടോ? കല്യാണം ഒരു സന്ധ്യ ഉണ്ട്. അതിന് നമ്മൾ തിങ്കളാഴ്ച അത് വെട്ടണം. ഒന്നും കുറയ്ക്കരുത്. ദൈവത്തിൽ കോഴിയുണ്ട്, പിന്നെ എൻ്റെ ബീഫുണ്ട്, എല്ലാം ഉണ്ട്. വെട്ടണം, തിന്നണം അങ്ങോട്ട്. പ്രൈസ് ദി ലോർഡ്. ഒരുത്തനെ ഓഡിറ്റോറിയത്തിലെ കല്യാണമെല്ലാം കഴിഞ്ഞും ഓഡിറ്റോറിയം തുറന്നില്ല. എല്ലാവരും പോയി നിൽക്കുകയാണ്. പെട്ടെന്ന് ആളുകളെല്ലാം ഒത്തിരി ഉണ്ട്. ഓഡിറ്റോറിയം തുറന്നപ്പോഴത്തേക്ക് മുന്നേ നിന്നവൻ എങ്ങനെ പോയി സീറ്റിലിരുന്നെന്ന് അവർക്ക് അറിയില്ല. ഞാൻ ചോദിച്ചു, മക്കളെ എങ്ങനെ വന്നു? ഒന്നും പറയണ്ട, ഞാൻ മുന്നിൽ നിന്നതേ ഉള്ളൂ. ഓഡിറ്റോറിയം കഥ തുറന്നപ്പോൾ എല്ലാവരും കൂടി തള്ളി എന്നെ സീറ്റിലങ്ങ് ആക്കിക്കളാം. ഞാൻ എങ്ങനെ വന്ന് ഇരുന്നെന്ന് അറിയത്തില്ല. ഒരു ചെരുപ്പയും കാണുന്നില്ല. ഒരു ചെരുപ്പയും കാണുന്നില്ല. എന്തിനാ ഈ വെപ്രാളൊക്കെ പിടിക്കുന്നത്? കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ വേണ്ടതെന്ന് വയ്ക്കണം. ഇങ്ങനെ പോയി തള്ളാൻ പോകരുത്. ഇങ്ങനെ പോയി തള്ളാൻ പോകരുത്. പിന്നെ ഞങ്ങളൊക്കെ പോയാൽ അവിടെ പോയി പ്രാർത്ഥിക്കണം, കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇടുക്കുവാതിലിൽ കൂടി ഞങ്ങളെ കയറ്റി വിടുന്നത്. ഇടുക്കുവാതിലിൽ കൂടിയൊക്കെ ഞങ്ങളൊക്കെ കയറ്റി വിടുക. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ വച്ചിരിക്കുന്നു കോഴി വറുത്ത് വെച്ചിരിക്കുന്നു, ബീഫ് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇങ്ങനെ പല കോഴിയെല്ലാം ഇങ്ങനെ വച്ചിരിക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരുത്തൻ എന്ത് ചെയ്തു? വെപ്രാളം പിടിച്ച് ഒരു ടേബിളിൽ ഇരിക്കുമ്പോൾ അത് ഒരു 7-8 പേരുണ്ടല്ലേ. ഒരുത്തനടുത്ത് വെപ്രാളം പിടിച്ച് കടിച്ചപ്പോൾ നാക്ക് കടിച്ചു കാണും. വെപ്രാളം പിടിച്ച് ഒരു കോഴിയെടുത്ത് ഇത് തിന്നിട്ട് പിന്നെ കൊണ്ട് എടുക്കാൻ വേണ്ടി അവൻ പരിശ്രമിച്ചത്. എന്ത് ചുളിവില കിട്ടുന്നെന്ന് പറഞ്ഞിട്ട് എന്തിനീ വെപ്രാളം പിടിക്കുന്നത്? നമ്മുടെ വീട്ടിൽ ഇല്ലാത്തതാണ്. ഇവനെടുത്ത് കടിച്ചപ്പോൾ നാക്ക് കടിച്ച് രക്തമെന്ന് പറയണ്ട, ഭയങ്കരമായിട്ട് രക്തം ഒഴുകുക. അടുത്തിരുന്ന മോനെ എന്താ പറ്റി വായിക്കാൻ ചോദിച്ചെങ്കിൽ നോക്കിയപ്പോഴത്തേക്ക് സഹോദരങ്ങളെ ഒറ്റ സൈഡോട് നാക്ക കടിച്ചു കാണും.
രക്തം. പിന്നെ അവൻ ഒന്നും കഴിക്കാൻ പറ്റിയില്ല. പിന്നെ ആളുകളെല്ലാം അവനെ വിളിച്ചുകൊണ്ട് പോയി. ദൈവത്തിൻ്റെ സ്തോത്രം. എന്തിനാ ശാന്തമാണ് കിട്ടുന്നത്? പതിയെ കഴിച്ചാൽ മതി. ദൈവത്തിൻ്റെ സ്തോത്രം. എല്ലാവരെയും സന്ധിക്ക് വിളിച്ചിട്ടുണ്ട്, എല്ലാവരെയും കല്യാണ സന്ധി. ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവനാണ്. നമ്മുടെ വലത് ഭാഗത്ത് പരിശുദ്ധൻ ഉണ്ട്. അവൻ നമ്മെ ഒരിക്കലും മറന്നു കളയുകയില്ല. അവൻ നമ്മെ താങ്ങുന്നു, അവൻ നമ്മെ രക്ഷിക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മെ ചേർക്കുവാൻ വേഗത്തിൽ വരുന്നു. സമയം പോയതുകൊണ്ട് നിർത്തട്ടെ. എല്ലാവരും കണ്ണടയ്ക്കാം, എല്ലാവരും മുഴങ്കാലിൽ ഇരിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വേഗത്തിൽ വരും. നമ്മുടെ ദൈവത്തിന് മുമ്പിൽ നമുക്ക് ഭക്തിയോടും ഭയത്തോടും ഒരുങ്ങാം. നമ്മുടെ കർത്താവിൻ്റെ വലത് ഭാഗത്തിരുന്ന് ദൈവത്തെ സ്തുതിച്ച് സ്നേഹിച്ച് ദൈവനാമ മഹത്വത്തിനായി പ്രവർത്തിക്കുന്നവരോടെ നമ്മുടെ കർത്താവ് കൂടെ ഉണ്ട്. അവൻ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ജോഷുവയോട് കൂടെ കർത്താവ് യുദ്ധം ചെയ്തു. സൂര്യനെയും ചന്ദ്രനെയും ചലിക്കാതെ നിർത്തി. ഇസ്രായേൽ മക്കൾ ജാതികളെ തകർക്കുന്നത് വരെ അവൻ സൂര്യനെയും ചന്ദ്രനെയും ചലിക്കാതെ നിർത്തുകയുണ്ടായി. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ആ യുദ്ധം നിർത്തണം. അതാണ് യുദ്ധത്തിന്റെ നിയമം. അതുകൊണ്ട് ജോഷുവ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. കർത്താവേ, ഈ ശത്രുക്കളെ ഞങ്ങൾ തകർക്കുന്നത് വരെ സൂര്യൻ അസ്തമിക്കരുതേ, ചന്ദ്രൻ ചലിക്കരുതേ എന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെ സ്വർഗത്തിലെ ദൈവം 24 മണിക്കൂർ സൂര്യൻ ചലിക്കാതെ നിൽക്കുകയായിരുന്നു. അസത്യമായി സാധ്യമാക്കി തരുന്ന ദൈവം, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അവൻ വലിയവനാണ്, അവൻ ഭയങ്കരനാണ്, അവൻ ശക്തനാണ്, അവൻ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവനാണ്. അവൻ ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുന്ന ദൈവമാണ്. ഈ ലോകത്തിലെ പ്രപഞ്ചത്തിന്റെ സകല പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ദൈവമാണ് ഈ ലോകത്തിന്റെ പ്രകൃതിയെ നിയന്ത്രിക്കുന്നവർ. നമ്മുടെ കർത്താവാണ് ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരെയും ശ്രദ്ധിക്കുന്നവർ. എല്ലാ മനുഷ്യർക്കും ആയുസ്സെ നിയമിക്കുന്നത് നമ്മുടെ ദൈവമാണ്. ദൈവത്തിന്റെ മഹത്വം. നമ്മുടെ കർത്താവ് അവൻ ഭയങ്കരൻ, അവൻ വലിയവൻ, അവൻ അഗോചരമായ പ്രവൃത്തികളെ ചെയ്യുന്നവൻ. ഇതുപോലെ ഒരു ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇതുപോലെ ഒരു ദൈവം ഭൂലോകത്തുണ്ടോ? ഇതുപോലെ ഒരു ദൈവം ജാതികൾ സ്നേഹിക്കുന്ന ദൈവമുണ്ടോ? ഇല്ല. നമ്മുടെ കർത്താവ് അവൻ ഭയങ്കരനാണ്, മഹാ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. സഹോദരങ്ങളെ, അവന്റെ വലത് ഭാഗത്ത് നമുക്ക് അനേക അനുഗ്രഹങ്ങൾ ഉണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷ, സ്നാനം, പരിശുദ്ധാത്മാവെന്ന ദൈവിക സാന്നിധ്യം സൂക്ഷിച്ചുകൊണ്ട് ദൈവിക വ്യവസ്ഥ പ്രകാരം നമ്മൾ ദൈവത്തിന്റെ വലത് ഭാഗത്ത് നിന്ന് പ്രവർത്തിച്ചാൽ നമ്മുടെ കർത്താവ് തേജസ്സിൽ ആ മേഘങ്ങളെ ഭാഗമാക്കി 1000 ദൂതന്മാരുമായി നമ്മുടെ കർത്താവ് വരുമ്പോൾ നമ്മെ പേച്ചിൽ വിളിക്കും, കല്ലറകൾ തുറക്കും. അപ്പോൾ നീതിമാന്മാരുടെ ശരീരം അസ്ഥിയോട് ചേരും. ആ അസ്ഥിയിലെ മാംസവും നരമ്പും ത്വക്കും പിടിപ്പിച്ച് തേജസ്സിന്റെ ഒരു ശരീരമായി അത് പുറത്തു വരും എന്ന് കർത്താവിന്റെ വചനം പറയുന്നു. അവർ 1000 വർഷം യേശുവിനോട് കൂടെ ഈ ഭൂമിയെ വാഴും. 1000 വർഷം ഈ ഭൂമിയെ അവർ വാഴും. അപ്പോൾ അവർ ആരാധിച്ച സ്ഥലങ്ങളിൽ വന്ന് കാണാം. അവരുടെ സ്വന്തം വീടുകൾ ഉണ്ടോ എന്ന് അവർ വന്ന് കാണാം. ദൈവത്തിന് സ്തോത്രം. ഈ ഭാഗ്യമായ ഒരു അനുഭവത്തെ കർത്താവിനോട് തന്നിരിക്കുന്ന സഹോദരങ്ങളെ, ഇതെല്ലാം കെട്ടിക്കഥകളല്ല. യേശു ക്രിസ്തുവിന്റെ കാലത്ത് നടക്കാൻ പോകുന്ന സംഭവങ്ങളാണ്. ലോകത്ത് ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഇനി നടക്കാൻ പോകുന്ന വിഷയങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നാം നമ്മുടെ കർത്താവിന്റെ വലതുഭാഗത്തിരുന്ന് ദൈവത്തിന് പ്രയോജനമായ പ്രവർത്തികൾ ചെയ്ത് ആ തേജസ്സിന്റെ നീതിമാന്മാരുടെ കൂട്ടത്തിൽ ആ തേജസ്സിൽ നിൽപ്പാൻ ഈ വചനങ്ങളെ കൊണ്ട് നമ്മുടെ കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. എന്നെ
പ്രാർത്ഥന. എല്ലാ മഹത്വവും നമ്മുടെ ദൈവത്തിന് കൊടുത്തുകൊണ്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക. പിതാക്കന്മാർ സത്യത്തിൽ ആത്മാവിൽ ആരാധിച്ച പ്രകാരം പല ഭവനങ്ങളാണ് ദൈവങ്ങളെ ഞങ്ങളെ ഉദ്ധരിപ്പിച്ച ദൈവത്തിന്റെ ആലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് അനുഗ്രഹിക്കുക ആശ്വസിക്കുന്നു. കഴിഞ്ഞ ഒരു മാസക്കാലം കർത്താവ് ഞങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ നിങ്ങൾ സൂക്ഷിച്ചല്ലോ. ആവശ്യമായ നന്മകൾ അനുഗ്രഹങ്ങളല്ലാതെ സൗഖ്യത്തോടെ ബലത്തോടെ ആരോഗ്യത്തോടെ ദൈവം ഞങ്ങളെ നടത്തിയ എല്ലാ കൃപകൾക്കും അനുഗ്രഹത്തിനായി ശ്രദ്ധിക്കുന്നു. കർത്താവെ സ്തോത്രം. കർത്താവിന്റെ കൃപയിൽ ഞങ്ങൾ ഇനി നിങ്ങൾ സൂക്ഷിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കാലം നടന്ന് ഞങ്ങളുടെ സൺഡേ സ്കൂളിലെ ദൈവം അനുഗ്രഹമായി നടത്തി തന്നല്ലോ കർത്താവെ. സ്തോത്ര സ്തോത്ര സഭായത്തിത്രത്തോളം ദൈവം നടത്തി അനുഗ്രഹമായി സ്തോത്ര. പ്രത്യാശയുടെ ഗാനങ്ങളെ പാടി ഞങ്ങളുടെ പ്രത്യാശയെ പുതുക്കാൻ ദൈവം സഹായിച്ചല്ലോ. ആത്മാവിൽ ബലം പ്രാപിപ്പാൻ നോക്കണം ദൈവശക്തി നിറയപ്പെടുവാനെല്ലാം ദൈവം സഹായിച്ചു. ദൈവത്തിന്റെ ശബ്ദം കേൾപ്പിച്ച് ഞങ്ങളെ ധൈര്യപ്പെടുത്തിയതിനായി ശ്രദ്ധിക്കുന്ന കർത്താവെ സ്തോത്ര. ശിവുള്ള സാക്ഷികളെ ദൈവം എഴുന്നേൽപ്പിച്ചല്ലോ. സാക്ഷിവാദങ്ങളോട് ദൈവങ്ങളും ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം ദൈവം തക്ക സമയം നിറവേറ്റി കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തന്നിട്ടുള്ള ദൈവങ്ങളെ കുടുംബങ്ങളെ എല്ലാം ദൈവം പേരുപേരായി ദൈവം അനുഗ്രഹിക്കണമേ. അവിടെ ആവശ്യങ്ങൾ ദൈവം നിറവേറ്റി കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധി അതെല്ലാം ആവശ്യത്തോടെ ദുഃഖത്തോടെ ഭാരത്തോടെ വേദനയോടെ കടന്നു വന്നു ആശ്വാസം വിടുതൽ സമാധാനം പ്രാപിച്ച് അനുഗ്രഹത്തോടെ മടങ്ങി പാതുകൊണ്ട് ദൈവം സഹായിക്കണേനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വിട്ടുവെളി രാജ്യങ്ങളിൽ ദൂരസ്ഥലങ്ങളിൽ എവിടെയെല്ലാം ആയിരിക്കും ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവരുടെ കാത്തു സൂക്ഷിക്കണേനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവം അവരെ അനുഗ്രഹിച്ച് നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കടന്നു വരാൻ കഴിയാതെ കൊണ്ട് രോഗികളായി ബലഹീനരായി ഭവനങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം ദൈവം കാത്തുകൊള്ളണമേ. സൗഖ്യബലവും ദൈവം കൊടുക്കണേനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്ര സ്തോത്ര. അതിവേഗത്തോടുന്ന ദൈവത്തിന്റെ വചനം അയച്ചവരെ ബലപ്പെടുത്തി ശക്തീകരിക്കണേനായി പ്രാർത്ഥിക്കുന്നു. വാർദ്ധക സഹജമായ കഷ്ടത്തിലായിരിക്കുന്ന മാതാപിതാക്കളെല്ലാം ദൈവം ബലപ്പെടുത്തണമേ. ആദ്യേക്കാൾ നല്ല ഒരു അവസാനം പ്രാപിപ്പാൻ ഇടയാക്കി തീർക്കണമേ. അവരുടെ പ്രത്യാശയെ വർദ്ധിപ്പിച്ചു കൊടുക്കണേനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്ര സ്തോത്ര. ഞങ്ങൾ തന്ന കുടുംബങ്ങളെ കുഞ്ഞുങ്ങളെ എല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ തരുന്നു കർത്താവെ. കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവം മേലാലും നടത്തുക ശക്തനായ ദൈവമാണല്ലോ. ചോദിക്കുന്ന നിനക്ക് അത്യന്തപരമായി നടത്തുന്ന ദൈവമായി ഞങ്ങളോട് കൂടെകളെ നാളെ സ്തുതിക്കുന്ന കർത്താവെ. ഏതെല്ലാം വിഷയങ്ങൾ ദിവസങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു തക്ക സമയം ഞങ്ങളുടെ വിശ്വാസത്തെ മാനസിക നിറവേറ്റി കൊടുക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഭാവി ജീവിതത്തിനായി ജോലികൾ കൊടുക്കണമേ. ഭാഗപ്രായമായിരിക്കും തക്കതായ തുണകളെ ഒരുക്കി കൊടുക്കണമേ. കടഭാരങ്ങൾ ബുദ്ധിമുട്ടുകൾ ഞെരുക്കങ്ങളോട് കടന്നു പോകുന്നവരെ ദൈവം സഹായിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഏതെല്ലാം വിഷയങ്ങൾ ദൈവസ്ഥലിൽ വെച്ചിരിക്കുന്ന കർത്താവെ നിന്റെ അത്ഭുതത്തിന്റെ കര നീട്ടി ദൈവം സഹായിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്ര സ്തോത്ര. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പോലെ തക്ക സമയം കർത്താവെ ദൈവത്തിന്റെ ഭാഗമല്ല ഇത്രത്തോളം ദൈവം നടപ്പാൻ ദൈവം സഹായിച്ചിരുന്ന നാളാണ് വിവാഹ ശുശ്രൂഷയല്ല ദൈവം അനുഗ്രഹമാക്കി തീർക്കണമേ. കർത്താവ് കുടുംബങ്ങൾക്ക് അത് അനുഗ്രഹമായി തീരുവാൻ ദൈവത്തിന്റെ വേലയ്ക്ക് കുടുംബത്തിന് ദേശത്തിന് സഭയ്ക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. കർത്താവെ എല്ലാം ദൈവം അനുഗ്രഹമാക്കി തീർക്കണേനായി പ്രാർത്ഥിക്കുന്നു. ഇനിയും കർത്താവിന്റെ കരങ്ങളിലൂടെ അവരെ സഹായിക്കണമേ. കർത്താവെ ദൈവത്തിന്റെ വേലയോർത്ത് നന്മച്ചെന്ന കരങ്ങളെല്ലാം ദൈവം അനുഗ്രഹിച്ച് 100 മടങ്ങ് പ്രതിഫലം ദൈവം കൊടുക്കണേനായി പ്രാർത്ഥിക്കുന്നു. ഈ സഭയോർത്ത് കർത്താവെ അനുഗ്രഹിക്കണമേ. പുതിയ ആത്മാക്കളെ ദൈവം എഴുന്നേൽപ്പിക്കണമേ. ചുറ്റുപാടും പാർക്കുന്ന കുടുംബങ്ങളെല്ലാം ദൈവം രക്ഷിക്കണേനായി പ്രാർത്ഥിക്കുന്നു. തന്നിട്ടുള്ളവരെ വിശ്വസ്തരാക്കി അവസാനത്തോളം ദൈവം നിലനിർത്തി സൂക്ഷിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒരു മാസക്കാലം ദൈവത്തിന്റെ വലങ്കയാൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അനുഗ്രഹങ്ങളെക്കുറിച്ച് എല്ലാം ഞങ്ങൾക്ക് പഠിക്കുവാനും കർത്താവെ ദൈവത്തിന്റെ വചനത്തെ ധ്യാനിക്കാനെന്ന ഭാഗ്യത്തിനായി സ്തോത്ര. ദൈവത്തിന്റെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്ന വലങ്കൈയാണല്ലോ. ശത്രുക്കളെ തകർത്തു കളയുന്നത് വലങ്കൈയാണല്ലോ കർത്താവെ. വലങ്കൈയാൽ ഞങ്ങളെ താങ്ങിക്കൊടുത്ത ദൈവമാണല്ലോ കർത്താവെ സ്തോത്ര സ്തോത്ര. ദൈവത്തിന്റെ വലങ്കൈയാലുള്ള അനുഗ്രഹങ്ങളെ പ്രാപിച്ചുകൊണ്ട് കർത്താവെ സിയോനായ യെരൂശലേമായ മണവാട്ടികളായി ശോഭിപ്പാതക്കോണം ദൈവം ഞങ്ങളെ ഒരുക്കണേനായി പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനപ്രകാരം ജീവിപ്പാതക്കോണം ഞങ്ങളെ ഞങ്ങളുടെ ദൈവമക്കളെ സഹായിക്കണമേ. സഹായത്തെ നടത്തുവാൻ കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തി ശക്തീകരിച്ചല്ലോ. ഇനി അധികമായി ദൈവത്തിന്റെ കൃപ കൊടുക്കണേനായി പ്രാർത്ഥിക്കുന്നു. കൊണ്ടുവന്ന ദൈവമക്കളെ അനുഗ്രഹത്തോടാണ് എനിക്ക് മടക്കയാത്രയിലും ദൈവത്തിന്റെ സാന്നിധ്യം കൂടിയിരിക്കും. കൃപയിൽ എല്ലാവരെയും മറച്ചുകൊള്ളും വരവിനായി ഒരുക്കും. യേശു ക്രിസ്തുനാമം തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥന എല്ലാം കേട്ടങ്ങനെ ചെയ്യേണ്ടതിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. സകല മഹത്വവും നമ്മുടെ കർത്താവിന് കൊടുത്തുകൊണ്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. നാളെ വിവാഹ ശുശ്രൂഷ കഴിഞ്ഞ ശേഷം ഇവിടുത്തെ വിശ്വാസികൾക്ക് ഓടിച്ചോടി പോകുവാൻ ഇവിടെ ഒരു ബസ്സുണ്ട്.
ആ ബസ്സിൽ എല്ലാവരും ഓഡിറ്റോറിയത്തിന് വരാൻ എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് വീട്ടുകാരെ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് എല്ലാം സഹായിക്കട്ടെ. അതിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാനാമത്തിനെ എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോടും എല്ലാവരോടും കർത്താവിൻ്റെ വരവരെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ.